So, hello everyone. Welcome to Rahil's Academy. ഇന്ന് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലുള്ള 2023 മുതൽ 25 വരെയുള്ള റീസെന്റ് ആയിട്ട് സിലബസിൽ നിന്ന് വളരെ ഇൻഡെപ്ത് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ PYQs ആണ്. 23 മുതൽ 25 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു ഒറ്റ സെഷനിൽ തന്നെ ഇൻക്ലൂഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണുക, ആ ക്വസ്റ്റ്യന്റെ പാറ്റേൺ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഇപ്പോഴും പഴയ സിലബസ് മാത്രം നോക്കി പഠിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതി എത്രയും പെട്ടെന്ന് തന്നെ മാറ്റുക. ബിക്കോസ് ഈ PYQs ഒക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു സിലബസിൽ നിന്ന് കുറച്ചും കൂടി മാറിയിട്ട് ഒരു അതിന്റെ ഒരു വളരെ ഇൻഡെപ്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മാറുന്നുണ്ട് ഈ വളരെ റീസെന്റ് ആയിട്ട്. കാരണം 2022 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചും കൂടി സിലബസിൽ നിന്ന് മാറിയിട്ട് ഒരു ഇൻഡെപ്ത് ചോദിക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സിന്റെ വീഡിയോ ഞാൻ പറയുന്നത്, വെറും സിലബസ് മാത്രം നോക്കി പഠിക്കാതെ ആ സിലബസിന്റെ ഉള്ളിൽ വളരെ ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ചില ഭാഗങ്ങൾ എല്ലാ വർഷവും ചോദിക്കുന്ന ചില ഭാഗങ്ങളും നമുക്ക് ഓരോ ടോപ്പിക്സിലും കാണാൻ പറ്റുന്നതാണ്. അതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് തന്നെ വീഡിയോ മൊത്തമായിട്ട് കാണുക. ആൻഡ് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണമെന്നില്ല. കാരണം ഈ സെഷന് ശേഷം പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് PPT എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, PPT ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എനിവേ ഞാൻ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ 2025 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 2025, 24, 23 എന്നുള്ളൊരു പാറ്റേണിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗം ഫോളോ ചെയ്യുന്നത്. 2024 കൂടുതലും ക്വസ്റ്റ്യൻസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, എനിവേ ഐ എം സ്റ്റാർട്ടിങ് ദ സെഷൻ. ഐ എം നോട്ട് പിന്നെ ഞാൻ നിങ്ങളെ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, 2025 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ നോട്ട് ദി ഫീച്ചേഴ്സ് ഓഫ് കോഓപ്പറേറ്റീവ് ലേണിംഗ്? അതായത് കോഓപ്പറേറ്റീവ് ലേണിംഗിന്റെ ഫീച്ചേഴ്സിൽ വരാത്ത പോയിന്റ്സ് ഏതൊക്കെയാണെന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്തറിയണം, എന്താണ് കോഓപ്പറേറ്റീവ് ലേണിംഗ് നമുക്ക് ആദ്യം അറിഞ്ഞാൽ മാത്രമാണ് അതിന്റെ ഫീച്ചേഴ്സ് അല്ലാതെ നമുക്ക് മനസ്സിലാവുള്ളൂ. റൈറ്റ്? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, കോഓപ്പറേറ്റീവ് ലേണിംഗ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സോ എന്താണ് കോഓപ്പറേറ്റീവ് ലേണിംഗ്? കോഓപ്പറേറ്റീവ് ലേണിംഗ് ഈസ് എ സ്റ്റുഡന്റ് സെന്റേർഡ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി. അതായത് ഇതെന്താണ്, ലേണർ സെന്റേർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ ലേണർ സെന്റേർഡിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടൈറ്റിലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലേണർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞ വീഡിയോ. വേണ്ടുന്നവർക്ക് കാണാം, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതിയാകും. അപ്പോൾ ലേണർ സെന്റേർഡ് ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജി വേർ സ്മോൾ ഗ്രൂപ്സ് ഓഫ് ലേണേഴ്സ് വർക്ക് ടുഗദർ ഓൺ എ കോമൺ ടാസ്ക്. ഓക്കെ, എന്താണ് ഒരു സ്മോൾ ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെ, അതായത് സ്റ്റുഡൻസിന്റെ ഒരു സ്മോൾ ഗ്രൂപ്പ് ഉണ്ടാവും. അവരെന്ത് ചെയ്യാണ്, ഒരു സിംഗിൾ ടാസ്കിന്റെ മുകളിൽ ഈ ഗ്രൂപ്പ് മൊത്തം വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മളത് പറയാ കോഓപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈച്ച് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ദെയർ ഓൺ ആൻഡ് ദെയർ ഗ്രൂപ്പ്സ് ലേണിംഗ്. ഓക്കെ, അതായത് ഇവിടെ എന്താണ്, ഓരോ വ്യക്തികളും ആ ടാസ്കിലുള്ള ഓരോ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കും. ഓക്കെ, നമ്മളിപ്പോ ഒരു ടാസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ആ ടാസ്കിനുള്ളിൽ തന്നെ പല പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള എക്കണോമി എന്നൊരു ടോപ്പിക് എടുക്കാം. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് പോസ്റ്റ് എക്കണോമിക് എറ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രധാനമായിട്ടുള്ള ഒരുപാട് പോളിസീസ് ഉണ്ടായിട്ടുള്ള വർഷങ്ങളുണ്ട്. 1991 ഒരു സെഗ്മെന്റ് ഉണ്ട്, 1978 മുതൽ വേറൊരു സെഗ്മെന്റ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഈ ഗ്രൂപ്പിലുള്ള ഓരോ ആൾക്കാരും അതിലുള്ള ഓരോ വർഷങ്ങൾ, അതായത് നമുക്ക് ഇവിടെ ടാസ്ക് എന്ന് പറയാം, ഓരോ ടാസ്ക് ഏറ്റെടുത്തിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു ലേണിംഗ് മെത്തേഡ് നമ്മൾ പറയാം കോഓപ്പറേറ്റീവ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ സഹകരണം. ആ ഒരു വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലായി. ഇപ്പൊ സഹകരണ സ്ഥാപനം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് പേര് ഒരുമിച്ചിരുന്നിട്ടുള്ള ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് വോയിസ് ഉള്ള ഒരു സ്ഥാപനമാണ് സഹകരണ സ്ഥാപനങ്ങൾ. അതേപോലെ തന്നെ ഒരുപാട് പേര് ഒരുമിച്ചിരുന്നിട്ട് ഒരു ടാസ്കിന്റെ മുകളിൽ, ഒരു വിഷയത്തിന്റെ മുകളിൽ അവരൊരു പഠനം നടത്തുകയാണ്, അതിനെപ്പറ്റി പഠിക്കുകയാണ്. ഓക്കെ, അതിന് നമ്മൾ എന്താ പറയാ, കോ ഓപ്പറേറ്റീവ് ലേണിംഗ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു
പിന്നെ ഒരു ലേണിംഗ് മെത്തേഡിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓക്കെ, ഇനി അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ്, കാരണം ഫീച്ചേഴ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോസിറ്റീവ് ഇന്റർ ഡിപ്പെൻഡൻസ്. ഓക്കെ, എന്താണ് പോസിറ്റീവ് ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുമ്പോൾ ഓരോ കുട്ടികളും അവരുടെ ഫ്രണ്ടിൽ എന്തായിരിക്കും, ഇന്റർ ഡിപ്പെൻഡ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി ഒരു കാര്യം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അപ്പുറമുള്ള ആൾ എന്ത് ചെയ്യും, ഇതിനെ പറ്റി പിന്നെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി പറയും. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യും, ആ കുട്ടിയുടെ ടാസ്ക് അപ്പുറമുള്ള ഒരു കുട്ടിയോട് അഭിപ്രായം പറയാൻ വേണ്ടി പറയും. അങ്ങനെ ഇവർ മൂന്നാളും വളരെ നല്ല രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് പരസ്പരം സഹകരണത്തോടെ പഠിക്കുന്ന ഒരു മെത്തേഡാണ് കോഓപ്പറേറ്റീവ് ലേണിംഗ് മെത്തേഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലൊരു ഫീച്ചറായിട്ട് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് പോസിറ്റീവ് ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത്. ഇതാണെന്ത് ഫസ്റ്റ് പോയിന്റ്. ഇതാണ് രണ്ടാമത്തത്, ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി. അതായത് ഇപ്പൊ ഈ ഒരു ടാസ്ക് ഉണ്ടാവുമല്ലോ, ആ ടാസ്കിൽ ഇപ്പം എ എന്ന് പറഞ്ഞൊരു കുട്ടി, ഇവിടെ ഇപ്പോ എ എന്ന് പറഞ്ഞൊരു കുട്ടി ഒരു ടാസ്ക് ഏറ്റെടുത്തു കഴിഞ്ഞാല് ആ ഒരു ടാസ്കിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്, എക്കാണ്. അതേപോലെ ബി എന്ന് പറഞ്ഞ കുട്ടിക്കും വേറൊരു ടാസ്ക് ഉണ്ടാവും, ആ ടാസ്കിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്, ബി എന്ന് പറഞ്ഞ കുട്ടിക്കാണ്. അതേപോലെ സി എന്നുള്ളൊരു കുട്ടി ഉണ്ടാവും, ആ കുട്ടിക്ക് എന്താണ്, ആ കുട്ടിയുടെ ടാസ്ക് ആയിരിക്കും പൂർണ്ണമായിട്ട് ഉത്തരവാദിത്തം അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്, എന്താണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഈച്ച് സ്റ്റുഡന്റ് ഈസ് അക്കൗണ്ടബിൾ ഫോർ ദെയർ ഓൺ കോൺട്രിബ്യൂഷൻ. അവരുടേതായ കോൺട്രിബ്യൂഷനിൽ എല്ലാ കുട്ടികളും എന്താണ് അക്കൗണ്ടബിൾ ആണ് എന്നാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ക്ലിയർ ആണല്ലോ. പിന്നെന്താണ് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആണ് അല്ലെ. അതായത് എന്താണ് കുട്ടികൾ തമ്മിൽ അല്ലെങ്കിൽ അവർ തമ്മിൽ എന്താണ് ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഒരു റൂമിൽ ഇരുന്നുകൊണ്ട് കാര്യങ്ങളൊന്നുമല്ല, മുഖത്തോട് നോക്കിയിട്ട് എന്താണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന കോ ഓപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. പ്രൊമോട്ട്സ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെ ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. നമ്മള് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുക എന്നുള്ളത് പറയുന്നതും ഒരു ടീം വർക്കിലൂടെ ചെയ്യാന്ന് പറയുന്നത് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഒറ്റയ്ക്കിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ ടീം വർക്കിലൂടെയാണ് നമ്മൾ എന്താണ് കൂടെ ഇരിക്കുന്ന ആളുകളുടെ കൂടെ ഇരുന്ന് അവർക്ക് സ്പേസ് കൊടുത്ത് അവരെ വിഷയങ്ങൾ കേട്ട് ലിസൺ ചെയ്ത് അവിടെ എന്താണ് ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കീ ഫീച്ചർ ആണ്. ഓക്കെ, പിന്നെന്താണ് സോഷ്യൽ സ്കിൽസ് അല്ലെ. അതായത് നമ്മുടെ ഒരു സമൂഹം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പരസ്പരം സഹകരിച്ചിട്ടും പരസ്പരം കേട്ടിട്ടും അതുപോലെ തന്നെ അതിൽ നിന്നൊരാൾ ലീഡർ ആയിട്ടും കാര്യങ്ങൾ കൺട്രോൾ ചെയ്തിട്ടും വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഈ പറയുന്ന സഹകരണത്തോടു കൂടി അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് പഠിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഗ്രൂപ്പായിട്ട് പഠിക്കുക എന്നല്ല, ഗ്രൂപ്പായിട്ട് എന്ത് ആക്ടിവിറ്റി ആണെന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തിന് പറഞ്ഞു, ഇപ്പൊ കേരളത്തിൽ നമ്മൾ പ്രളയം എന്താണ് വളരെ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കേരളത്തിന്റെ ഒരു ബോണ്ടിനെ പറ്റി, ചൂരൽമല പോലുള്ള വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് വളരെ ടീം വർക്കോട് കൂടി അവിടെ മതമോ രാഷ്ട്രീയമോ ഒന്നും നമ്മൾ കണക്കിലെടുക്കാതെ നമ്മൾ കേരളീയരാണ് എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടെ തമ്മിലുള്ള ഒരു കോർത്തിളക്കിക്കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെയാണ് ഒരു കോപ്പറേറ്റീവ് ലേണിംഗും. നമ്മൾ പരസ്പരം എന്താണ് സഹകരിച്ചിട്ടും കേട്ടിട്ടും തീരുമാനങ്ങൾ എടുത്തും അതിലൊരാൾ ലീഡർഷിപ്പ് ഏറ്റെടുത്തിട്ടും കാര്യങ്ങളെ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു രീതി കോഓപ്പറേറ്റീവ് ലേണിംഗ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സോഷ്യൽ സ്കിൽസ് അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ്. പിന്നെ എന്താണ് ഗ്രൂപ്പ് പ്രോസസ്സിംഗ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഓരോ ആളും ഓരോ ടാസ്കും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിന്റെ ഒരു ഫൈനൽ റിസൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കോഓപ്പറേറ്റീവ് ലേണിംഗ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അതായത് ഓരോ ഗ്രൂപ്പും എത്രത്തോളം എന്തുണ്ട് അതിന്റെ കോർഡിനേഷനും ആ ഓരോ ഗ്രൂപ്പിലെ ആളുകൾ എത്രത്തോളം തമ്മിൽ കണക്റ്റഡ് ആണ്, അവരുടെ വർക്ക് എത്രത്തോളം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരെത്രത്തോളം എന്താണ് പിന്നെ പരസ്പരം നോളജ് ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ള പോലെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെയാണ് കോഓപ്പറേറ്റീവ് ലേണിംഗിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആരും എഴുതണ്ട കേട്ടോ, PPT ഷെയർ ചെയ്യും ഞാൻ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് എന്റെ ലിങ്ക് ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്തിട്ട് PPT വാങ്ങിച്ചാൽ മതിയാവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോവാം. ഓക്കെ, ഇനി എന്താണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ നോട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാല് നമ്മള് ഇതിലല്ലാത്തത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന് പകരം ഇതിലുള്ളത് എന്തൊക്കെയാണ് നമ്മൾ ആദ്യമേ എലിമിനേറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ പോസിറ്റീവ് ഇന്റർ ഡിപ്പെൻഡൻസ് ഉണ്ട്, അപ്പോ അത് നോട്ടല്ല, അത് ഉണ്ട് ഓൾറെഡി കോപ്പറേറ്റീവ് ലേണിംഗിൽ. ഇൻഡിവിജ്വൽ കോമ്പറ്റീഷൻ ഉണ്ടോ, ഇല്ല. ഇൻഡിവിജ്വൽ കോമ്പറ്റീഷൻ നമ്മൾ അതിന്റെ ഇതിൽ പറയുന്നില്ല. പിന്നെ സോൾ റിലയൻസ് ഓൺ ടീച്ചർ ഗൈഡൻസ് ആണോ, അല്ല. ഇൻഡിവിജ്വൽ റേദർ ദാൻ ഗ്രൂപ്പ് അക്കൗണ്ടബിലിറ്റി, അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇൻഡിവിജ്വൽ കോമ്പറ്റീഷൻ കോപ്പറേറ്റീവ് ലേണിംഗിന്റെ എന്തല്ല, ഫീച്ചർ അല്ല. പോസിറ്റീവ് ഇന്റർ ഡിപ്പെൻഡൻസ് അതിന്റെ ഫീച്ചർ ആണ്.
സോൾ റിലയൻസ് ഓൺ ടീച്ചർ ഗൈഡൻസ്. ടീച്ചറിലേക്ക് മാത്രം നമ്മൾ റിലേ ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും കോപ്പറേറ്റീവ് ലേണിംഗിന്റെ ഒരു പ്രിൻസിപ്പിൾ അല്ല. അപ്പൊ അത് നോട്ടാണ്. ഇൻഡിവിജ്വൽ റാദർ ദാൻ ഗ്രൂപ്പ് അക്കൗണ്ടബിലിറ്റി ഒരിക്കലും ഗ്രൂപ്പ്, അതായത് എന്താണ് പിന്നെ ഈ അക്കൗണ്ടബിലിറ്റിയുടെ വിഷയത്തിൽ വരുന്ന സമയത്ത് എന്താണ് നമ്മൾ ഈ ഇൻഡിവിജ്വൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ഓരോ അതിലുള്ള ഓരോ ഇൻഡിവിജ്വൽസിനും അക്കൗണ്ടബിലിറ്റി ഉണ്ടെങ്കിൽ പോലും ഗ്രൂപ്പിന്റെ അക്കൗണ്ടബിലിറ്റി ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റിൽ പറയുന്നത്. അതായത് ഒരു ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തം എത്രത്തോളമാണെന്ന് നമ്മൾ ഈ കോപ്പറേറ്റീവ് ലേണിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് DU എന്തല്ല അതിൽ വരുന്ന കോപ്പറേറ്റീവ് ലേണിംഗിൽ വരുന്ന ഒരു പോയിന്റ് അല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എന്താണ് എയും സിയും ഡിയുമാണെന്ത് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു വേ ഓഫ് ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഗ്രൂപ്പിലോട്ട് വരിക. ഗ്രൂപ്പിൽ ഐ ബി ദർ, നിങ്ങൾ ഗ്രൂപ്പിൽ വരിക, എന്നോട് എന്ത് ചെയ്യുക, പേഴ്സണലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യാം, കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്ന അത്രത്തോളം രീതിയിൽ ഞാൻ എന്ത് ചെയ്യാം, കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതാണ് എന്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? അപ്പോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പറേറ്റീവ് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. When a car passes you on the road and appears to shrink as it gets farther away. അതായത് നമ്മള് ഒരു റോഡ് സൈഡിൽ നിൽക്കുകയാണ് കേട്ടോ, ഒരു വലിയ ഹൈവേയിൽ നിൽക്കുകയാണ്. ഇവിടെ ഒരു ഹൈവേ ഉണ്ട്. അപ്പോ ഒരു കാറ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഒരു കാറ് ഇവിടെ ഉണ്ട്. ഞാൻ വരക്കാനൊക്കെ ഭയങ്കര എന്താണ് തീരെ എനിക്ക് അറിയാത്തൊരു വായ്പുണ്ട് കേട്ടോ. അപ്പൊ ഈ കാറ് ദൂരത്തോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് കാറിന്റെ സൈസ് എന്ത് ചെയ്യാണ്, ചുരുങ്ങി വരില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, ഒരു റിയാലിറ്റിയാണ്. ഓക്കെ, വിച്ച് ഫിനോമിനൻ പെർമിറ്റ്സ് യു ടു റിയലൈസ് ദാറ്റ് കാർ ഈസ് നോട്ട് ഇൻ ഫാക്ട് ഗെറ്റിംഗ് സ്മോളർ. ഓക്കെ, ഈ ഒരു സാഹചര്യത്തില് നിങ്ങളുടെ ഏത് ഫിനോമിനയാണ് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്, കാറിന്റെ സൈസ് കുറയുന്നതല്ല, പകരം ദൂരം കൂടുന്നതിനനുസരിച്ചിട്ട് ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും എന്നുള്ള ഒരു ബേസിക് ലോജിക്ക് നിങ്ങളെ ചിന്തിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു ഫിനോമിനൻ എന്താണ് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് ചോദിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ടീച്ചിങ് ആപ്റ്റിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ? നിങ്ങളുടെ സിലബസിൽ ഈ ഒരു ഭാഗം ഉണ്ടോ? നിങ്ങൾ ബേസിക്സ് പെരിഫറൽസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ഈ ഒരു ഭാഗം കാണാൻ പറ്റില്ല. പക്ഷേ ഉണ്ട്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹ്യൂമൻ മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അതിന്റെ സബായിട്ട് വരുന്ന ഒരു പോയിന്റ്സ് ആണ് ഈ പറയുന്ന എല്ലാ ഓപ്ഷൻസും. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നത്, ബേസിക് പെരിഫറൽസ് പഠിച്ചിട്ട് എക്സാമിന് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസിനനുസരിച്ചിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. എന്റെ ടൈറ്റിൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, പക്ഷേ അത് എക്സാമിനേഷൻ വ്യൂ പോയിന്റിൽ റീസെന്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് സിലബസിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിന് മനസ്സിലാകുന്നത് നമ്മൾ ഈ ഓരോ പോയിന്റ് മാറിയുന്ന ആളുകൾ വളരെ ചുരുക്കമായിരിക്കും അല്ലെ. സെൽഫ് ആക്ച്വലൈസേഷനും ട്രാൻസിറ്റിവിറ്റിയും പെർസെപ്ച്വൽ കോൺസ്റ്റൻസിയും സിമിലാരിറ്റി ഒക്കെ നമുക്ക് അതെന്ത് ചെയ്യാം, അതും അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിക്കാം എന്തൊക്കെയാണുള്ളത്. ഓക്കെ, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, എ കോൺസെപ്റ്റ് ഫ്രം മാസ്ലോസ് ഹയറാർക്കി ഓഫ് നീഡ്സ്. ഇറ്റ് റെഫേഴ്സ് ടു റിയലൈസേഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽസ് പൊട്ടൻഷ്യൽ, സെൽഫ് ഫുൾഫിൽമെന്റ്, സീക്കിംഗ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് പീക്ക് എക്സ്പീരിയൻസ്. ഓക്കെ, അതെന്താണ് ഈ നമ്മുടെ മാസ്ലോയുടെ ഹയറാർക്കി തിയറിയിൽ ആയിരിക്കും അറിയാലോ. ഞാനൊരു വീഡിയോ കാണുന്നത് അത് നമുക്ക് ഇടാട്ടോ. അതായത് പിന്നെ ഫിസിയോളജിക്കൽ ബേസിക് നീഡ്സ് മുതൽ ഇവിടെ ഓരോ മനുഷ്യനും എന്താണ് ബേസിക് ആയിട്ടുള്ള കുറച്ച് നീഡ്സ് ഉണ്ട്. ഭക്ഷണം, വെള്ളം, ഷെൽട്ടർ എന്നൊക്കെ പോലുള്ളത്. അതിന്റെ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് എന്ത്, സെൽഫ് ആക്ച്വലൈസേഷൻ. ഒരു മനുഷ്യന് അവന്റെ നീഡിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് എത്തി. ഇപ്പൊ റിട്ടയർമെന്റ് ഒക്കെ ആയി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ എല്ലാ നീഡും കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അവർക്കുള്ള വളരെ കുറച്ച് നീഡ് എന്ന് പറയുമ്പം ഒരു പുസ്തകം എഴുതുക, അതായിരിക്കും അവരുടെ ഏറ്റവും അവസാനത്തെ ആഗ്രഹം അല്ലെ. ഈ പ്രായമായവരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പം അവരുടെ അനുഭവങ്ങൾ അവർക്ക് പങ്കുവെക്കേണ്ടി വരും. അതൊക്കെ ആയിരിക്കും അവരുടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അവസാനത്തെ എന്താണ് ഒരു എന്താണ് ആഗ്രഹം, നീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് എന്താണ് സെൽഫ് ഫുൾഫിൽമെന്റ് ആയിരിക്കാം. അതുപോലെ തന്നെ സീക്കിംഗ് പേഴ്സണൽ ഗ്രോത്ത്, പീക്ക് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ആണ് അതിൽ വരുന്നത്. അപ്പം അത് ഇതുമായിട്ടൊരു ബന്ധമില്ല. കാരണം സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ നീഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, പെർസെപ്ഷനുമായിട്ട് ഒരു ബന്ധമില്ല. ഇത് ഹ്യൂമൻ നീഡ്സിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാസ്ലോയുടെ ഞാനൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം. കാരണം എനിക്ക് തോന്നുന്നത് ഏതോ ഒരു ഭാഗത്ത് നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ,
അതിന്റെ ഫീൽഡ് വരുന്നത് എന്താണ്? ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ വരുന്ന ഒരു ഭാഗമാണ്. എക്സാമ്പിൾ എന്താണ്? എ സ്റ്റുഡന്റ് പെർസ്യൂയിങ് നോളജ് നോട്ട് ജസ്റ്റ് ഫോർ മാർക്സ് ബട്ട് ടു ഡീപ്ലി അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഗ്രോ ഇന്റലക്ച്വലി. നമ്മളൊരു വിഷയം ചെറുപ്പത്തിലേക്ക് നമ്മൾ ഓരോ ടോപ്പിക്സും പഠിക്കുന്ന എന്തിനാണ്? മാർക്ക് കിട്ടാനും പാസ്സാവാനും വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷെ നമ്മൾ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ബുദ്ധി, ഇന്റലക്ച്വൽ കപ്പാസിറ്റി വർദ്ധിക്കാനും വേണ്ടി നമ്മൾ ഓരോ വിഷയത്തെ പറ്റി പഠിക്കില്ല. ചില ആളുകൾ സൈക്കോളജിയെ പറ്റി പഠിക്കുന്ന ആളുകളുണ്ട്, ചില ആളുകൾ ജിയോ പൊളിറ്റിക്സിനെ പറ്റി പഠിക്കുന്ന ആളുകളുണ്ട്, ചില ആൾ എക്കണോമിക്സിനെ പറ്റി പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെന്താണ്? കേവലം ഒരു എക്സാമിന് പഠിക്കുക എന്നതിലുപരി അവർക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവാനും വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു നല്ലൊരു നോളജ് ഗെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ പറയാം സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളൊരു ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ ആ ഒരു കോൺസെപ്റ്റ്? ഓക്കെ, നമുക്ക് ആ ഒരു മാസ്ലോ കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോട്ടോ. ഞാൻ ഈ മാസ്ലോ പഠിക്കാനും വേണ്ടി എൻ്റെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഞാൻ വളരെ ചെറിയ സമയത്ത്, ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഷോർട്ട് ഫോം ആണ്. പാപ്പ സാരെ സ്റ്റുഡൻറ് ഏക് സാത്ത് ചലേങ്കെ. ഓക്കെ, പാപ്പ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നീഡാണ്, അതായത് ഫിസിയോളജിക്കൽ നീഡ്സ്, ഫിസിയോളജിക്കൽ ആണ്. പിന്നെ എസ് എന്ന് പറയുമ്പോൾ എന്താണ്? സോഷ്യൽ നീഡ്സ് ആണ്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ നീഡ്സ് ഉണ്ടല്ലോ, എയർ, വാട്ടർ, ഷെൽട്ടർ. സോഷ്യൽ നീഡ്സ് എന്ന് പറയുന്ന സമയത്ത്, അതായത് എയറും വാട്ടറും ഷെൽട്ടറും കിട്ടിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അയാൾക്ക് എന്ത് വേണ്ടി വരും? സോഷ്യൽ ആയിട്ടുള്ള കണക്ഷൻസ്, ബന്ധങ്ങൾ വേണ്ടി വരും. അതാണ് മനുഷ്യന്റെ അടുത്ത ഒരു എന്താണ് നീഡ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഫിസിയോളജിക്കൽ നീഡ്സ്, സോഷ്യൽ നീഡ്സ്, പിന്നെ സെക്യൂരിറ്റി നീഡ്സ്. ഓക്കെ, സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണ്ടി വരും? ഈ ബാങ്ക് ഇൻവെസ്റ്റ്മെന്റ്, ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ, അതായിരിക്കും മനുഷ്യന്റെ നെക്സ്റ്റ് നീഡ് വരിക. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന സെൽഫ് ആക്ച്വലൈസേഷൻ ഒക്കെ നമ്മൾ അതിന്റെ ടോപ്പിൽ വരുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാം. ബെസ്റ്റ് ഈ ബേസിക് ആയിട്ട് സ്ട്രക്ചർ ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ അപ്പൊ അതാണ് നമ്മൾ ആ ഒരു ഭാഗത്ത് വരുന്ന ഈ പറയുന്ന എന്ത് ഈ മാസ്ലോണിയുടെ ഹൈറാർക്കി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? ട്രാൻസിറ്റിവിറ്റി എന്നുള്ളൊരു പോയിന്റ് ആട്ടോ. ട്രാൻസിറ്റിവിറ്റി ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ പിരമിഡിന്റെ കൃത്യമായിട്ട് എനിക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഫൈൻ. ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? എ ലോജിക്കൽ റീസണിങ് എബിലിറ്റി വേർ ഇഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി ആൻഡ് ബി ഈസ് ഗ്രേറ്റർ ദാൻ സി ദെൻ എ ഈസ് ഗ്രേറ്റർ ദാൻ സി. അതായത് ഇതൊരു കൈൻഡ് ഓഫ് ലോജിക് ആണ്. ഓക്കെ, അതായത് ഇപ്പം എ ബിനെക്കാളും വലുതാണെന്ന് പറയാണ്, എ ബിനെക്കാളും വലുതാണെന്ന് പറയാണ്. അതുപോലെ ബി എന്താണ്? സിനെക്കാളും വലുതാണെന്ന് പറയാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ലോജിക് ഉണ്ട്, സി എന്തായിരിക്കും? എ എന്തായിരിക്കും? സിനെക്കാട്ടും വലുതായിരിക്കും എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന മനുഷ്യന്റെ ഒരു ഡെവലപ്മെന്റൽ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് നമ്മൾ എന്ന് പറയാ ട്രാൻസിറ്റിവിറ്റി എന്ന് പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതാം. ഞാൻ PPT എന്തായാലും ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ നോട്ട്ബുക്കിൽ ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് എന്താണ് ട്രാൻസിറ്റിവിറ്റി എന്നുള്ള ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഫൈൻ. ഇതാണ് നമ്മൾ ആ ഒരു ഓപ്ഷനിൽ ഉണ്ടായിട്ടുള്ള രണ്ട് പോയിന്റ്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നെക്സ്റ്റ് രണ്ട് പോയിന്റ്സും കൂടി ഉണ്ട്. പിന്നെന്താണ്? പെർസെപ്ച്വൽ കോൺസ്റ്റൻസി. നമുക്കൊന്ന് നോക്കാം. അതായത് tendency to perceive an object as unchanging despite changing sensory input. ഓക്കെ, അതായത് ഇതെന്താണ്? പെർസെപ്ച്വൽ കോൺസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ തിയറിയാണ്. അതായത് ഇവിടെ ഒരു മനുഷ്യനൊരു എബിലിറ്റി ഉണ്ട്. അതായത് നമ്മൾ എന്താണ് ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ സൈസ് കുറഞ്ഞു വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവില്ല. ഇപ്പോ ഹൈവേ എന്ന് പറയുന്നത് വലിയൊരു എക്സാമ്പിൾ ആണ്. ആ ഒരു സാഹചര്യത്തില് ആ ഒരു ഒബ്ജക്റ്റിന്റെ സൈസ് കുറയുന്നില്ല. പകരം എന്താ സംഭവിക്കുന്നത്? പകരം ഒരു ഒബ്ജക്റ്റ് നമ്മുടെ കണ്ണിൽ നിന്ന് മൂവ് ചെയ്യുന്ന സമയത്തിന് അതിനെന്ത് ചെയ്യും? അതിന്റെ സൈസ് കുറഞ്ഞു വരും എന്നുള്ള ഒരു മനുഷ്യന്റെ ലോജിക്കൽ തിങ്കിങ് ഉണ്ടല്ലോ, അതിനാണ് പെർസെപ്ച്വൽ കോൺസ്റ്റൻസി എന്ന് പറയും. അപ്പൊ ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ വരിക അല്ലെ. പെർസെപ്ച്വൽ കോൺസ്റ്റൻസി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, പിന്നെ ഇന്നെന്താണ്? ഇതിനൊരു എക്സാമ്പിൾ ആണ് എ വൈറ്റ് ഷർട്ട് സ്റ്റിൽ അപ്പിയേഴ്സ് വൈറ്റ് വെദർ ഇറ്റ് സൺലൈറ്റ് ഓർ ഷെയ്ഡ് അല്ലെ. അതായത് അതും വേറൊരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ വൈറ്റ് ഷർട്ട് എന്താണ്? പകലും വൈറ്റ് ആയിരിക്കും,
രാത്രിയും വൈറ്റ് ആയിരിക്കും. അതായത് ഒരു ഒബ്ജക്റ്റ് എന്താണ്, അതിന്റെ സ്റ്റേറ്റ് മാറുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഒബ്ജക്റ്റിലൊന്നും ഡിഫറൻസ് വരുന്നില്ല എന്നുള്ള ഒരു ബേസിക് ലോജിക് ആണ് ഈ പറയുന്ന പെർസെപ്ച്വൽ കോൺസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ ഹൈവേന്റെ എക്സാമ്പിൾ മാത്രം പഠിച്ചാൽ മതി, ഇത്ര കോംപ്ലക്സ് ആവില്ല. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, പിന്നെ വരുന്ന ഇനി നമുക്ക് എന്തായാലും ഇത്രയുള്ള പറഞ്ഞ ആ ഒരു പോയിന്റ് കൂടി നോക്കാം. സിമിലാരിറ്റി. സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? എ പ്രിൻസിപ്പിൾ ഓഫ് ഗെസ്റ്റാൾട്ട് സൈക്കോളജി വേർ ഒബ്ജക്ട് ദാറ്റ് ലുക്ക് സിമിലർ ആർ പെർസീവ്ഡ് ആസ് പാർട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓർ പാറ്റേൺ. ഓക്കെ, എന്താ സംഭവം ഇവിടെ പറയുന്നത്? ഒബ്ജക്ട്സ് ദാറ്റ് ലുക്ക് സിമിലർ ആർ പെർസീവ്ഡ് ആസ് എ പാർട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓർ പാറ്റേൺ അല്ലെ. അതായത് ഇപ്പോ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മള് ഇപ്പോ ഈ പസിലൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പസിലൊക്കെ ഇതിനൊരു എക്സാമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബ്ലോക്സ് ഉണ്ടാവുമല്ലോ, ഒരേ കളറിലെ ബ്ലോക്സ് നമ്മൾ എന്ത് ചെയ്യാണ്, പല പല കളറിലെ ബ്ലോക്സ് നമ്മൾ കുട്ടികളെ മുന്നിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാവും ഇതില് സെയിം കളേഴ്സ് ഉള്ളത് ഒരുമിച്ച് വെച്ചാല് എന്തോ കോമൺ ആയിട്ട് ഒരു സംഭവം കിട്ടാനുണ്ട് എന്നുള്ള കുട്ടിക്ക് ഒരു ചിന്ത ഉണ്ടാവും അല്ലെ. അതൊക്കെയാണ് ഈ പസിലിന്റെ ഉപകാരം. നമ്മൾ ഇപ്പം റെഡ്, യെല്ലോ, ഗ്രീൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും, റെഡ് മാത്രം ഒരു പാറ്റേൺ ആക്കും. അപ്പൊ എന്ത് ചെയ്യും, ആ കുട്ടിക്ക് റെഡ് മാത്രം ചെയ്യുമ്പോൾ ഒരു ഡിസൈൻ കിട്ടും. അത് നമ്മൾ എന്താ പറയാ, സിമിലാരിറ്റി എന്ന് പറയും അല്ലെ. അതായത് ഒരു സിമിലർ ആയിട്ടുള്ള ഒബ്ജക്ട്സ് എന്താണ്, ഒരു പാറ്റേണിന്റെ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഭാഗമാണെന്നുള്ള ഒരു ബേസിക് തിങ്കിങ് എബിലിറ്റി, മനുഷ്യന്റെ എബിലിറ്റി ആണെന്ന് എന്താ പറയാ, സിമിലാരിറ്റി എന്ന് പറയാം. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ പോവാട്ടോ. അപ്പൊ ഇതിൽ ഏതായിരിക്കും എക്സാമ്പിൾ വരിക, സോറി ഇതിന്റെ ആൻസർ ഏതാണ് വരിക? ഡെഫിനറ്റ്ലി അതെന്താണ്, പെർസെപ്ച്വൽ കോൺസ്റ്റൻസി ആണ്. ക്ലിയർ ആണോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനെ ഇതൊക്കെ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഫൈൻ. ഇനി എന്താണ്, ഇത് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വളരെ ഒരു സിലബസിന്റെ പുറത്തുനിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇതൊരു മനുഷ്യന്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു ജനറൽ നോളജ് ടൈപ്പാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഓക്കെ, ഇതൊന്നുമില്ല, ഡിസിപ്ലിനും അതിന്റെ തിയറിസ്റ്റും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ഒരു പിന്നെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ്, ബയോളജി ഉണ്ട്, സോഷ്യോളജി, എക്കണോമിക്സ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ഉണ്ട്, ചാൾസ് ഡാർവിൻ ഉണ്ട്, നോം ചോംസ്കി ഉണ്ട്, ഹെറോൾഡ് ജെ ലാസ്കി ഉണ്ട്, ഓഗസ്റ്റ് കോംറ്റെ ഉണ്ട്. ഇതൊക്കെയാണ് അതിന്റെ തിയറിസ്റ്റും അതിന്റെ ഡിസിപ്ലിൻസും എടുത്ത് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന് നമ്മൾ മാച്ച് ദ ഫോളോയിങ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കാം. ആരുണ്ട്? ചാൾസ് ഡാർവിൻ ഉണ്ട് അല്ലെ. ചാൾസ് ഡാർവിൻ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു എന്താണ്, ഒരു വ്യക്തിയാണ്. നമ്മളെ ഒരു ഹിസ്റ്ററിയിലൊക്കെ വളരെ പ്രധാനമുള്ള ഒരു വ്യക്തിയാണ്, റൈറ്റ്. അപ്പോ ചാൾസ് ഡാർവിൻ എന്താണ്, ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഈ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു പിന്നെ സയന്റിസ്റ്റ് ആണ്. അപ്പോ നമുക്കറിയാം എവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ നമുക്ക് അതിന് എന്ത് ചെയ്യാം, ബയോളജി എന്താണ്, എന്തുമായിട്ട് കണക്റ്റഡ് ആണ്, ചാൾസ് ഡാർവിനുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് എ ഈസ് ഈക്വൽ ടു 4 ആണ്, നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ A4 വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? ബി ഉണ്ട്, അതുപോലെ ഡി ഉണ്ട്. അപ്പൊ ബാക്കിയുള്ള നമ്മൾ എന്ത് ചെയ്യാം, അപ്പൊ തന്നെ റിമൂവ് ചെയ്യാം കേട്ടോ, കട്ട് ചെയ്യാം. ഓക്കെ, മാക്സിമം നമ്മൾ ഓപ്ഷൻസ് വരാത്ത വേഗം എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് എന്താണ്, ഇവിടെ നെക്സ്റ്റ് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ വേറെ ഏതെങ്കിലും നമുക്ക് അറിയുന്ന ആളുകൾ ഉണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യാം, നോക്കുക എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ ഇവിടെ വേറെ എന്താണ്, സോഷ്യോളജി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തുണ്ട്, ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് എക്കണോമിക്സുമായിട്ട് കണക്ട് ചെയ്ത പിന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഓതേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓതറാണ് ഈ പറയുന്ന ഹറോൾഡ് ജെ ലാസ്കി എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഈ മാച്ച് ദ ഫോളോയിങ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഓരോ ഡിസിപ്ലിൻസും അതിന്റെ തിയറിസ്റ്റ് ഏതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം കേട്ടോ. അപ്പൊ എക്കണോമിക്സ് നമുക്ക് ഹെറോൾഡ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, സി എന്ന് പറയുന്നത് 2 ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇവിടെ എന്താണ്, C2 എന്തുണ്ട്, 2 ഓപ്ഷനിലുണ്ട്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഈ 2 ഓപ്ഷനിൽ ഏതോ ആണെന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്, സോഷ്യോളജി എന്ന് പറയുന്നത്. സോഷ്യോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ സോഷ്യൽ സിസ്റ്റം, അതുപോലെ തന്നെ ഫാമിലി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടുള്ള ഒരു ഓതറാണ് ഈ പറയുന്ന ഓഗസ്റ്റ് കോംറ്റെ എന്ന് പറയുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് എന്താണ്, ബി എന്ന് പറയുന്നത് എന്താണ്, 1 ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിക്കാൻ പറ്റും. ഇപ്പൊ ബി എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. അപ്പോ ഇതെല്ലാം നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതാണ് എന്ത്, കറക്റ്റ് ഓപ്ഷൻ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത് നമുക്ക് എന്താണ്, ലോജിക്കലി ചിന്തിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കാരണം നമുക്ക് ഇതൊന്നും അങ്ങനെ ഒരു ഏകദേശം ഗസ്റ്റിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. ചാൾസ് ഡാർവിൻ നമുക്ക് സുപരിചിതമായിട്ടുള്ള പേരായതുകൊണ്ട് തന്നെ ആ 2 ഓപ്ഷന്
ആണ് ഇതിൽ ഏതോ ഒന്നാണ് നമുക്ക് ഫൈനൽ എത്തിയാൻ പറ്റും. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എപ്പോഴും നെറ്റിനെ നമ്മളെ എക്സാമിന് നമ്മളെ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഓപ്ഷൻസ് മാക്സിമം എലിമിനേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മുടെ ആൻസറിന് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് 4 ഓപ്ഷനും ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഗസ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ കിട്ടാനുള്ള ചാൻസ് 4-ൽ 1 അതേ സമയത്ത് 2 ഓപ്ഷൻ പോയി എന്താണ് അതെന്തായിരിക്കും 1-ൽ 2 മാറും. അപ്പോ അവിടെ ആൻസർ ശരിയാവാനുള്ള ചാൻസ് കൂടും. അതുകൊണ്ടാണ് ഓപ്ഷൻസ് പെട്ടെന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡിസിപ്ലിൻസും തിയറിസ്റ്റും എന്ത് ചെയ്യുക, കണക്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഫൈൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് 2025 വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നമുക്ക് എന്താണ് നെക്സ്റ്റ് 2024 ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് എന്താണ് നമ്മളിവിടെ നോക്കേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ക്യാൻ ബി കറക്റ്റ്ലി ഇൻഫേർഡ് അബൌട്ട് ദി ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ് ആൻഡ് സപ്പോർട്ടിംഗ് സിസ്റ്റം. ഓക്കെ, ഇവിടെ എന്താണ് ഇവിടെ ട്രഡീഷണൽ ടീച്ചിങ് ആൻഡ് മെത്തേഡ് സപ്പോർട്ട് സിസ്റ്റത്തിൽ വരുന്ന പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, ടീച്ചർ ഈസ് റെസ്പോൺസിബിൾ ടു കൺട്രോൾ ദി ക്ലാസ് ആൻഡ് ടീച്ച് വിത്ത് യൂസേജ് ഓഫ് ബ്ലാക്ക് ബോർഡ്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, ടീച്ചർ എന്താണ് ക്ലാസ് കൺട്രോൾ ചെയ്യാൻ റെസ്പോൺസിബിൾ ആണ്. അതുപോലെ തന്നെ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്ന രീതി എന്ത് ചെയ്യണം, ഈ പറയുന്ന ടീച്ചേഴ്സ് യൂസ് ചെയ്യണം എന്നാണ് എന്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പോയിന്റ് എന്താണ് ശരിയാണല്ലേ. കാരണം ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നതാണ് അത് ടീച്ചർ സെന്റേർഡ് ആണ്. മോഡേൺ എന്ന് പറയുന്നത് എന്താണ് ലേണേഴ്സ് സെന്റേർഡ് ആണ്, സ്റ്റുഡന്റ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ പൂർണ്ണമായിട്ടും അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ പൂർണ്ണ അതോറിറ്റിയും വരുന്ന ആർക്കാണ്, കൂടുതൽ റോളും വരുന്ന ആർക്കാണ്, ടീച്ചേഴ്സിനാണ്. ഓക്കെ, ഇപ്പൊ ടീച്ചേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു കൺട്രോൾ ദി ക്ലാസ് ആൻഡ് ടീച്ച് ദി യൂസേജ് ഓഫ് ബ്ലാക്ക് ബോർഡ്. കറക്റ്റ് ആണല്ലേ. ഇത് അതിൽ വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ ഏത് പറയുന്നത് എന്താണ് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ ബിയും സിയും ഉണ്ട്, അതല്ല ഡിയും ഇയും അല്ല. ഓക്കെ, അപ്പൊ ഇതിൽ ഏതൊരു ഓപ്ഷൻ ആണ്, എ ബി ഡി എ ബി ഇ ആണ്. അപ്പൊ നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലായി, ഡിയും ശരിയായിരിക്കും. നമുക്ക് നോക്കാം, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബാക്ക് ടു ബേസിക് സിസ്റ്റം. ശരിയാണ്, കാരണം ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ് ബേസിക്സ് മുതൽ, അതായത് ഒരു ഒരു തിയറിയുടെ ബേസിക്സ് മുതൽ പഠിപ്പിക്കണം എന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ട്, ഇപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റി ലെവലിൽ പോയിട്ട് നമ്മൾ എന്താണ് മാനേജ്മെന്റ്, എന്താണ് കമ്പനി എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുമോ? ഇല്ല. അതേസമയത്ത് ചെറിയ കുട്ടികളാണ് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ബാക്ക് ടു ബേസിക്സ് പഠിപ്പിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ സ്കൂൾസുകളൊക്കെ ഈ LP UP ഒക്കെ ഹൈസ്കൂൾ വരെ മാക്സിമം എന്താണ് ഈ ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ് ആണ്, ടീച്ചർ സെന്റേർഡ് ആണ്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു അക്കാഡമിക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഡിഗ്രി PG എന്നൊക്കെ പറയുന്നതാണ്, അത് കംപ്ലീറ്റ്ലി ലേണർ സെന്റേർഡ് ആണ്. സ്റ്റുഡൻസിന്റെ പേഴ്സ്പെക്റ്റീവിലായിരിക്കണം കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ സെക്കൻഡ് പോയിന്റും ശരിയാണ്, നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് സി എന്തായാലും ഇല്ല, സ്റ്റുഡൻസ് ക്യാരീസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ടു യൂസ് സെൽഫ് ലേണിംഗ് ടൂൾസ് അല്ല. ഇവിടെ എന്താണ് സ്റ്റുഡൻസിന് ഒരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവില്ല. ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡിൽ മൊത്തം ആർക്കാണ് റോള്, ടീച്ചർക്കാണ് മൊത്തത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ്. അവിടെ സ്റ്റുഡൻസിന് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അതേ സമയത്ത് മോഡേൺ മെത്തേഡ് ആണെങ്കിൽ എന്താണ് സ്റ്റുഡൻസിനാണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി. അപ്പൊ സി അല്ല. പിന്നെന്താണ് ഇനി നമുക്ക് ഓപ്ഷൻസ് ഡി ആണോ ഇ ആണോ ഉള്ളതാണ്. ഓക്കെ, വിർച്വൽ ലാബ്സ് ആർ യൂസ്ഡ് ആസ് വൺ ഓഫ് ദി ടീച്ചിങ് ടൂൾസ്. ഈ സംഭവം കേട്ട ആരെങ്കിലും ഉണ്ടോ? കേൾക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, എൻ്റെ ടീച്ചിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല. ആ വീഡിയോ കണ്ടവർക്ക് ഇതെല്ലാം ഓപ്ഷൻ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഡയറക്റ്റ് ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ മതിയായിരുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ടീച്ചിങ് സോഫ്റ്റ്വെയറിൽ പറയുന്നുണ്ട്. ഈ സോഫ്റ്റ്വെയർ ഒക്കെ എന്താണ് സ്റ്റുഡന്റ് സെന്റേർഡ് ആണ്, അതെന്തല്ല ടീച്ചർ സെന്റേർഡ് അല്ല. ഓക്കെ, കാണാത്തവരുണ്ടെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾ മനസ്സിലാക്കുക. ഒരുപാട് ടീച്ചിങ് സോഫ്റ്റ്വെയർ ഒക്കെ, ഒരുപാട് നല്ല മൊത്തം ടീച്ചിങ് സോഫ്റ്റ്വെയർ വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ലേണർ സെന്റേർഡിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഡി എന്നുള്ള ഓപ്ഷൻ എന്താണ് തെറ്റാണ്. അപ്പോ ABE ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് എന്ത് ചെയ്യാം, ഡി എന്നുള്ളത് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എഴുതാൻ പറ്റും. ക്ലിയർ, നോ ഡൗട്ട്സ് റൈറ്റ്? യാ. ഇനി എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 2024 ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് കനോട്ട് ബി ഹെൽഡ് ആസ് ദി കറക്റ്റ് മോട്ടീവ് ഓഫ് ക്വസ്റ്റ്യൻ ആൻസർ ടെക്നിക് ഇൻ ടീച്ചിങ്. അതായത് ഒരു ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുക എന്നുള്ളത് അത് നമുക്ക് ഒരുപാട് മോട്ടീവ് ഉണ്ട് അല്ലെ. ഇതില് മോട്ടീവ് അല്ലാത്തത് ഏതാണ്, മോട്ടീവ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്.
ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡിന്റെ ടീച്ചിങ് ടെക്നിക്കിന്റെ മോട്ടീവ് അല്ലാത്തത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാം, എന്താണ് അതിന്റെ ഇതിൽ വരുന്ന മോട്ടീവ്സ് ഏതൊക്കെയാ നോക്കാം. ടു ടെസ്റ്റ് ദി നോളജ്, ശരിയാണല്ലേ? അതെന്താണ്? ഇതിന്റെ ഒരു മോട്ടീവാണ്. നമ്മൾ ഒരു ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആ കുട്ടിക്ക് എത്രത്തോളം ആ വിഷയത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഡെഫിനറ്റ്ലി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കുട്ടി നോളജ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. എന്താണ് ടു ലൊക്കേറ്റ് ദി ഡിഫിക്കൽറ്റി അല്ലേ? അപ്പോൾ ഇപ്പം ചില ഭാഗങ്ങള് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ ആർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അതിനർത്ഥം എന്താണ്, ആ ഭാഗത്ത് എന്തോ ഒരു ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പൊ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ആ ഭാഗം കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് എന്ത് ചെയ്യും, പഠിപ്പിക്കും. എന്താണ് ടു ഇന്റിമിഡേറ്റ് ആൻഡ് ഹാമ്പർ സെൽഫ് കോൺഫിഡൻസ്. ഈ ഇന്റിമിഡേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കുട്ടികളിടയിൽ ഒരു ടെൻഷൻ കൊണ്ടുവരാൻ വേണ്ടി, ടെൻഷൻ കൊണ്ടുവരാൻ അതുപോലെ തന്നെ ഹാമ്പർ സെൽഫ് കോൺഫിഡൻസ് പറയുമ്പോൾ, ഹാമ്പർ എന്ന് പറയുമ്പം ഒരു താഴ്ത്തുക എന്നുള്ളതാണ്. ഇപ്പൊ സെൽഫ് കോൺഫിഡൻസ് ഹാമ്പർ ചെയ്യാന്ന് പറയുമ്പം അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസിനെ താഴ്ത്താനും വേണ്ടി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൽഫ് കോൺഫിഡൻസ് താഴെ ആവാനും വേണ്ടിയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് പറയുന്നത്. ഒരിക്കലും അല്ല, നമ്മൾ ഒരിക്കലും ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, കുട്ടികൾക്ക് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള അധ്യാപകർ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പേഴ്സണലി എനിക്കൊക്കെ അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഞാൻ അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കും, എനിക്ക് മാത്സ് എന്നുള്ളൊരു വിഷയം ഇപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ആ ഒരു ടീച്ചറിന്റെ ഭാഗത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മളെ മാറ്റിയിരുത്തുക. അന്ന് എനിക്ക് ഭയങ്കര വീക്കായിരുന്നു മാത്സിൽ. അങ്ങനെ ഞാൻ ടീച്ചറുള്ള ദേഷ്യത്തിലായിരുന്നു. മാത്സ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി. SLCയിൽ എനിക്ക് നല്ല മാർക്കോട് കൂടി SLC ആയിക്കോട്ടെ, ഞാൻ അതിനുശേഷം മാത്സിൽ എനിക്ക് എല്ലാ ടെസ്റ്റിലും നല്ല രീതിയിൽ എനിക്ക് പെർഫോം പറ്റിയത് ആ ഒരു വാശി കൊണ്ടായിരുന്നു. ചിലപ്പം മാമിന്റെ ഒരു കാരണം കൊണ്ട് ഞാൻ വാശിയിൽ പഠിച്ചതാണ്. പക്ഷെ എന്നാൽ പോലും ആ ഒരു കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കുട്ടികളുടെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പാടില്ല. അപ്പൊ ഇതെന്തല്ല, അതിന്റെ ഒരു കനോട്ട് അല്ലെ, ഇതൊരു മോട്ടീവ് അല്ല. പിന്നെ എന്താണ് ടു പ്രൊമോട്ട് തിങ്കിങ് ആൻഡ് ഒറിജിനാലിറ്റി. അതും അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ അതൊരു മോട്ടീവ് ആണ് അല്ലെ. നമുക്ക് ആൾക്കാരെ പറ്റി കുട്ടിക്ക് ചിന്തിക്കാനും അല്ലെങ്കിൽ അതിനെ കൂടുതൽ പ്രോസസ് ചെയ്യാനുമുള്ള ഒരു സാഹചര്യം ഈ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ ടെക്നിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നാണ് ആ ഒരു പോയിന്റിലൂടെ പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ തേർഡ് ഓപ്ഷൻ എന്തല്ല, കറക്റ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. ഇത് ജൂൺ 2024 ഒരു ക്വസ്റ്റ്യൻ ആണ്. Which of the following is the national coordinator of സ്വയം കോഴ്സ് ഫോർ നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എഡ്യൂക്കേഷൻ? ഈ ക്വസ്റ്റ്യനെ ഞാൻ നാഷണൽ കോർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോ കാണാത്തവർ ഈ ക്വസ്റ്റ്യൻസ് നോക്കാതിന് ശേഷം ഫ്രീ ആകാണെന്നുണ്ടെങ്കിൽ, കാരണം എന്താ പറയുക, അതിൽ ഞാൻ എല്ലാ നാഷണൽ കോർഡിനേറ്റേഴ്സിന്റെയും അവർ ഏത് സബ്ജക്റ്റ് ആണ് ഡീൽ ചെയ്യുന്നത്, അതിന്റെ ഫുൾ ഫോം എന്താണെന്നത് 3 ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടവർക്ക് പെട്ടെന്ന് ഇതിന്റെ ആൻസർ പറയാൻ പറ്റും. ഓക്കെ, നാഷണൽ കോർഡിനേറ്റേഴ്സ് എന്നുള്ള തമ്പനയിലെ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക. അപ്പൊ ഇവിടെ എന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി നാഷണൽ കോർഡിനേറ്റേഴ്സ് ഓഫ് സ്വയം കോഴ്സ് ഫോർ നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എഡ്യൂക്കേഷൻ? അപ്പം AICT എന്ന് പറയുമ്പോൾ കൂടുതൽ എന്താ ഫോക്കസ് ചെയ്യുന്നത്, സെൽഫ് പേസ്ഡും അതുപോലെ തന്നെ എന്താണ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോഴ്സുകൾ അല്ലെ. ഇന്റർനാഷണൽ കോഴ്സുകൾ ഡീൽ ചെയ്യുന്ന ആരാണ്, ഈ പറയുന്ന AICTE ആണ്. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചർ ട്രെയിനിങ് റിസർച്ച് എന്ന് പറയുമ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് ടീച്ചിങ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ NCERT കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് 9th to 12th വരെയുള്ള ക്ലാസ്സുകളെയാണ് NCERT ഫോക്കസ് ചെയ്യുന്നത്. UGC ആണ് ഈ പറയുന്ന നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻസ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ UGC ആണ്. ഇതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസും ഡീറ്റെയിൽ ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന PYQs നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി എന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി സബ് ഡിവിഷൻ ഓഫ് ഇംപ്ലിസിറ്റ് മെമ്മറി എന്നതാണ് പറയുന്നത്. ഇതെന്താണ്, ഹ്യൂമൻ മെമ്മറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആട്ടോ. ഹ്യൂമൻ മെമ്മറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. നമുക്ക് ഇതെന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇത് നോക്കാം കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി സബ് ഡിവിഷൻ ഓഫ് ഇംപ്ലിസിറ്റ് മെമ്മറി? അപ്പൊ ഈ ഒരു ഇംപ്ലിസിറ്റ് മെമ്മറിയെ പറ്റി അറിയാത്ത ആളുകൾ ഉണ്ടാവും. ഈ ഓപ്ഷൻസ് ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാട്ടോ എന്തൊക്കെയാണ് ഇംപ്ലിസിറ്റ് മെമ്മറി കാര്യങ്ങളൊക്കെ. അപ്പൊ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ called as non-declarative or unconscious memory, refers to memories that influence our thought, feelings or behavior without conscious awareness. Okay, ഇതെന്താണ്, നമ്മള് ഒരു കോൺഷ്യസ് അല്ലാതെ തന്നെ നമുക്ക് ചില സമയത്ത് ചില ചിന്തകൾ ഉണ്ടാവും അല്ലെ. ഇപ്പോ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം
ഒരു ഒരാൾ ഹോസ്പിറ്റലായിട്ട് ഡോക്ടർ പുറത്തേക്ക് വരുന്ന സമയത്ത് മുഖം കുറച്ച് സങ്കടത്തിലാണ്, അല്ലെങ്കിൽ മുഖം സന്തോഷത്തിലാണ്, നമുക്ക് മനസ്സിലാവും എന്തോ ഒരു മോശം സംഭവിച്ചിട്ടുണ്ട്. നമുക്കത് കോൺഷ്യസ് അല്ലാതെ നമ്മൾ ചിന്തിക്കാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു തോട്ട്സുകൾ അറിയാതെ തന്നെ വരും. വേറൊരു എക്സാമ്പിൾ വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സൈക്ലിംഗ്. സൈക്ലിംഗ് ഒരു തവണ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പുള്ളിക്കാരൻ എപ്പം ഏത് വയസ്സിന് സൈക്കിൾ ചവിട്ടുകയാണെന്നുണ്ടെങ്കിലും ആ ബാലൻസിലേക്ക് പോകും. അത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കുന്നതല്ല. അത് അങ്ങനെ ഒരു നമ്മളെ ഒരു അൺകോൺഷ്യസ് തോട്ട്സ് ഉണ്ടാകുന്ന ഒരുപാട് ഫീലിങ്സും ആക്ഷൻസ് ഒക്കെയാണ് ഈ പറയുന്ന ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ തന്നെ ടൈപ്സ് ഓഫ് ഇംപ്ലിസിറ്റ് മെമ്മറിയിൽ പറയുന്നുണ്ട്. ഒന്നെന്താണ് പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറയുമ്പോൾ മെമ്മറി ഫോർ മോട്ടോർ സ്കിൽസ്. ഇപ്പൊ സ്വിമ്മിങ്, പ്ലേയിങ് ഗിറ്റാർ, സൈക്ലിംഗ് ഒക്കെ ആ ഒരു ടൈപ്പ് ഓഫ് മെമ്മറി നമ്മൾ എന്താ പറയാ, പ്രൊസീജിയറൽ മെമ്മറി എന്നാട്ടോ അതിന് പറയാ. മെമ്മറി ഫോർ മോട്ടോർ സ്കിൽസ് എന്നാണ് ഇതിന് പറയാം. മെമ്മറി ഫോർ മോട്ടോർ സ്കിൽസ്, ഇതാണ് പ്രൊസീജിയറൽ മെമ്മറി. പിന്നെ വരുന്നതാണ് എന്ത്, പ്രൈമിങ്. ഓക്കെ, പ്രൈമിംഗ് എന്ന് പറയുമ്പോൾ പ്രയർ എക്സ്പോഷർ ടു എ സ്റ്റിമുലസ് ഇൻഫ്ലുവൻസ് റെസ്പോൺസ് ടു എ ലേറ്റർ വൺ. ഓക്കെ, അതായത് ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ ഇപ്പം ചെറുപ്പത്തില് നമ്മൾ കുട്ടികളെ അടിക്കുകയാണ്. ഇപ്പം നമ്മളെ പിന്നെ അധ്യാപകർ, ഇപ്പൊ ഫാക്കൽറ്റീസ് കുട്ടികളെ നമുക്ക് ചെറുപ്പത്തിൽ അടി കിട്ടുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴും നമുക്ക് എന്താണ് ഈ അധ്യാപകര് വടി പിടിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് അറിയാതെ എന്ത് ചെയ്യും, നമുക്ക് ഓർമ്മയിലേക്ക് വരും. അങ്ങനെ നമ്മുടെ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതായത് എപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റിമുലെ നമ്മുടെ ലൈഫിൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു റെസ്പോൺസ് ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ എന്താ പറയാ, പ്രൈമിംഗ് എന്ന് പറയാം. ഇതൊരു ടൈപ്പ് ഓഫ് ഇംപ്ലിസിറ്റ് മെമ്മറി ആണ്. പിന്നെ എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തതാണ് ഹ്യൂമൻ മെമ്മറിയിൽ. അസോസിയേഷൻ ഫോംഡ് വിത്തൗട്ട് കോൺഷ്യസ് അവയർനെസ്. ഓക്കെ, എന്താണ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം എക്സ് എന്നുള്ളത് വൈനെ ബാധിക്കുന്നതാണ്, അല്ലെങ്കിൽ എക്സ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, വൈ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ ഈ പറയുന്ന ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതായത് അസോസിയേഷൻ അവിടെ എന്ത് ചെയ്യാണ്, രണ്ട് ഫാക്ടർ തമ്മിൽ എന്താണ് അസോസിയേഷനെ ഫോം ചെയ്യുന്ന ഒരു ഫാക്ടർ നമ്മൾ എന്താ പറയാ, ആ ഒരു കോൺഷ്യസ് അവയർനെസ്സിനെ നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതെന്താണ്, അത് ഒരു പിന്നെ ഒരു കൈൻഡ് ഓഫ് എന്താണ് ഇംപ്ലിസിറ്റ് മെമ്മറി ആണ്. ഡീറ്റെയിൽ ആയിട്ട് ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു ടോപ്പിക് ആണ്. അത് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ മെമ്മറിയുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണുക, കാരണം അതിൽ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഫൈൻ. അപ്പൊ ഇതാണ് എന്ത് ടൈപ്സ് ഓഫ് ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ഓപ്ഷനിലോട്ട് പോകാട്ടോ. നമുക്കിതിന്റെ ഓപ്ഷനിലോട്ട് പോവാം. യാ, എന്താണ് ഈ ഇതിലെ ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ ടൈപ്സ് ഏതൊക്കെയാണ് നമ്മളിപ്പോ പഠിച്ചു. പ്രൈമിംഗ് എന്താണ്, അതൊരു ടൈപ്പ് ആണ്. എപ്പിസോഡിക് മെമ്മറി അല്ല. ക്ലാസിക് കണ്ടീഷനിങ് എഫക്റ്റ് ഒരു ടൈപ്പ് ആണ്. പിന്നെന്താണ് സെമാൻറ്റിക് മെമ്മറി അതില് വരുന്ന ഒരു കാര്യമല്ല. യാ, എയും സിയും അതുപോലെ എന്താണ് പിന്നെ പ്രൊസീജിയറൽ മെമ്മറി, ഇതുമാണ്. ഈ മൂന്ന് ഓപ്ഷൻസ് ആണ് ഈ പറയുന്ന ടൈപ്സ് ഓഫ് ഇംപ്ലിസിറ്റ് മെമ്മറിയിൽ വരുന്ന, അല്ലെ? പ്രൊസീജിയർ മെമ്മറിയും പ്രൈമിങ്ങും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ആണ് ടൈപ്സ് ഓഫ് ഇംപ്ലിസിറ്റ് മെമ്മറിയിൽ വരുന്നത്. അതുകൊണ്ട് എന്താണ് ഈ മൂന്ന് ഓപ്ഷൻസ് ആണ് വരിക, പ്രൈമിങ്ങും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും പ്രൊസീജിയർ മെമ്മറിയും. അപ്പം ACE, ഓപ്ഷൻ സി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. നമുക്കിതിനെ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഇതിൽ വരുന്നില്ല. അപ്പൊ ഇംപ്ലിസിറ്റ് മെമ്മറിയും എക്സ്പ്ലിസിറ്റ് മെമ്മറിയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിന്റെ ഓപ്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. ഓക്കെ, ഇനി എന്താണ് കോഴ്സിന്റെ വിഷയം പറയാനുണ്ട്. എനിക്ക് റീസെന്റ് ആയിട്ട് പിന്നെ കുറച്ച് കാൻഡിഡേറ്റ്സ് വിളിച്ചിട്ട് ഇങ്ങനെ സാർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബിക്കോസ് ഞാൻ എല്ലാ ടോപ്പിക്സിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോ ചെയ്യുന്നുണ്ട്. അതിന്റെ അപ്പുറം ഒരു കോഴ്സിന്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രീവിയസ് ഇയർ, ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കുക എന്നുള്ളത്. കാരണം ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ നിർബന്ധം കാരണം നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടാവണം. ഓപ്ഷൻസ് തെറ്റാണെന്ന് പറയാനെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ആ കോൺസെപ്റ്റിനെ പറ്റി ഒരു അറിവ് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതൊരു കോഴ്സ് ആയിട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് നിങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ട് കാണുക. പകരം നമുക്ക് എന്ത് ചെയ്യാം, 2010 മുതൽ 2026 വരെയുള്ള 16 വർഷത്തെ PYQs എന്റെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി എന്റെ കയ്യിലുണ്ട്. നമുക്ക് അതെന്ത് ചെയ്യാം, എന്റെ കോഴ്സിന്റെ ഭാഗമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിനെ ഞാനിപ്പം നിങ്ങൾ എന്റെ ഒരു PYQs ഡിസ്കസ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ രീതിയിൽ ഓരോ ക്വസ്റ്റ്യൻ, അതിന്റെ എക്സ്പ്ലനേഷൻ, അതിന്റെ ഓപ്ഷനും അതിന്റെ എക്സ്പ്ലനേഷനും ഇങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 16 വർഷത്തെ PYQs പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഒരു 80% മിനിമം ഗ്യാരണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്ന് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഞാൻ എൻ്റെ കോഴ്സിൽ ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ ഇൻഡെപ്ത് എക്സ്പ്ലനേഷൻ ഓഫ് എവറി ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യന്റെയും ഈ രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ഇൻഡെപ്ത് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പേപ്പർ 1 മാത്രമായിട്ട് 10,000 MCQs, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, അത് ഞാൻ പ്രൊവൈഡ് ചെയ്യും. അത് വേർഡ് ഡോക്യുമെന്റിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, 10,000 MCQs പേപ്പർ 1 അത് PYQസും അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു 10,000 MCQസിന്റെ ഒരു ബണ്ടിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്റെ ക്ലാസ്, ക്രാഷ് കോഴ്സിന്റെ ക്ലാസ് വരുന്നത് ഫേസ് ടു ഫേസ് ക്ലാസ് ആണ്. ഓക്കെ, ഞാൻ റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു സെഷനിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കത് തീരെ താല്പര്യമില്ലാത്ത ഒരു രീതിയാണ് ഈ റെക്കോർഡഡ് ആയിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത്. ഇപ്പം യൂട്യൂബിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എന്താണ് നമുക്കൊരു എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കൊണ്ട് ഒരു ക്ലാസ് സെറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഞാൻ ഒരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ ഇല്ല. പക്ഷെ ഇനി അങ്ങോട്ട് ഒരു ആളുകളൊക്കെ എൻ്റെ എന്താണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമുക്കൊരു കുറച്ചൊരു ബാച്ചിന് ആളുകളാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഫേസ് ടു ഫേസ് ക്ലാസ്സുകൾ ഗൂഗിൾ മീറ്റ് വഴി വെക്കാം. അപ്പോഴാണ് നമ്മളൊരു ഇന്ററാക്റ്റീവ് സെഷൻ സംഭവിക്കുന്നതും സംശയങ്ങൾ ചോദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ പറ്റുന്നു. അപ്പം ക്രാഷ് കോഴ്സിൽ ഡെഫിനറ്റ്ലി ഞാൻ എന്താണ് ഫേസ് ടു ഫേസ് ക്ലാസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. റെക്കോർഡഡ് യാതൊരു കാരണവശാലും ഞാൻ പ്രൊവൈഡ് ചെയ്യില്ല. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണം, എനിക്ക് മറുപടി പറഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ആൻഡ് ദാറ്റ്സ് വാട്ട് ഡു ഐ ബിലീവ്. ഓക്കെ, പിന്നെന്താണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബാച്ച് ആണ്. വൈകുന്നേരമായിരിക്കും, ഈവനിങ് ആയിരിക്കും ബാച്ച് ഉണ്ടാവുക. അപ്പൊ ടോട്ടല് ഞാനിപ്പോ ഒരു എന്റെ മനസ്സിലുള്ളത് 3 സ്ലോട്ടുകളാണ്. ഓക്കെ, 3 സ്ലോട്ടുകളാണ്. അപ്പൊ ഓരോ സ്ലോട്ടും മിനിമം 1 hour ആണ്. മിനിമം 1 hour ആണ്. ചിലപ്പോൾ മേ ബി 7 to 9 അതുപോലെ 10 to 12 അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് സ്ലോട്ടിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. 7 to 9 സ്ലോട്ട് ഉണ്ടാവും, 10 to 12 സ്ലോട്ട് ഉണ്ടാവും. അപ്പോൾ അതിൽ ഏത് സ്ലോട്ടിലും വേണമെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ജോയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത അത് ഞാൻ കണക്കിലെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് നൈറ്റ് ബാച്ച് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ ഈ വീട്ടിലുള്ള, ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ഞാൻ ആ ഒരു സീൻ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പിന്നെ ഫാമിലിയിലുള്ള ആളുകളൊക്കെ പിന്നെ പഠിക്കാനും വേണ്ടി എന്താണ് ഫാമിലി ആ ഒരു പിന്നെ സ്ട്രെസ് എന്നല്ല, ആ ഒരു തിരക്കിനിടയിലും അവരെന്ത് ചെയ്യാണ്, പിന്നെ സമയം മാറ്റി വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു 12 മണി എന്നൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പം അവരുടെ ഫാമിലി കുട്ടികളൊക്കെ ഉള്ള ആളുകൾ കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ എല്ലാ വീട്ടിലുള്ള കിച്ചൺ വർക്ക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഫ്രീ ആകുന്ന സമയമാണ് 12 AM എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക്, അത് തിരക്ക് വർക്കിംഗ് പ്രൊഫഷണൽ അതുപോലെ ഹൗസ് വൈഫ് ആയിട്ട് ആളുകൾക്ക് 12 മണിക്ക് ഞാനൊരു ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 12 to ഒരു മാക്സിമം 1:30 വരെ ഉള്ള ഒരു ബാച്ച് ആയിരിക്കും. അപ്പൊ അതിലെന്ത് ചെയ്യാം, വേണ്ടുന്നവർക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഈ 3 സ്ലോട്ടിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ ഏത് സ്ലോട്ടാണ്. ഇപ്പൊ നമ്മൾ പിന്നെ ഡെയിലി ക്ലാസ് നടക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് ഇതിൽ ഏത് സ്ലോട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ ഇന്ന സ്ലോട്ടിൽ തന്നെ നിങ്ങൾ കയറണമെന്ന് ഞാൻ പറയില്ല. ഇതിൽ ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഈ 3 സ്ലോട്ടിൽ ഏത് ജോയിൻ ചെയ്യാം. ഫൈൻ. പിന്നെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് മെയ് 10 മുതൽ ജൂൺ 10 വരെയാണ്. ഞാൻ ഇപ്പോൾ ഒന്നും ക്ലാസ് പ്രൊവൈഡ് ചെയ്യാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണണം. ആ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം അത് നമുക്കൊരു, ഞാൻ എൻ്റെ മനസ്സിൽ എക്സ്പെക്ട് ചെയ്ത് മെയ്യോട് കൂടി 10 യൂണിറ്റ്സിന്റെയും എല്ലാ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാനാണ്. അപ്പൊ മെയ് 10 മുന്നേ ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മെയ് 10 മുതൽ ജൂൺ 10 വരെയുള്ള ഒരു മാസം അല്ലെങ്കിൽ 30 ദിവസം ആയിരിക്കും ക്ലാസ് ഞാൻ എന്ത് ചെയ്യുക, നടത്തുക. ഓരോ ദിവസവും മിനിമം 1 hour ആണ്. കാരണം എനിക്ക് തോന്നുന്നില്ല, കാരണം ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 hour കൊണ്ട് തീരാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ 1.5 ഒരു 2 hour വരെ മാക്സിമം എക്സ്പെക്ട് ചെയ്യാം. 1 to 2 ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. 1 hour to 2 hours ആയിരിക്കും ഡെയിലി ക്ലാസ് ഉണ്ടാവുക. അങ്ങനെ ഒരു മാസം നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് ഒരു മിനിമം 40 hours നമുക്ക് എടുക്കണം. അതായത് ഒരു ടോപ്പിക്കിന് മിനിമം 3 ക്ലാസ് എന്നുള്ള രീതിയിൽ ടോട്ടൽ നമുക്ക് എന്ത് ചെയ്യണം, കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്ട്രക്ചർഡ് ടൈം ടേബിൾ ഞാൻ സെറ്റ് ചെയ്യും. ഓക്കെ, ഏതൊക്കെ ടോപ്പിക്സിലാണ് നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങളാണ് ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതിനൊരു ടൈം ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സിൽ എടുക്കുന്ന എല്ലാ PPTസും PDF-ഉം ഷോർട്ട് നോട്ട്സ് ഉണ്ട്. ഞാൻ എൻ്റെ നെറ്റിന് പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഷോർട്ട് നോട്ട്സ് ഉണ്ട്, കോഡുകൾ. അത് അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട്സുകൾ, ഇപ്പം ഈ പ്രൈമിങ് നേരത്തെ നമ്മൾ ഇംപ്ലിസിറ്റ് മെമ്മറി ഒക്കെ പറഞ്ഞതുപോലെ തന്നെ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സും ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ 24/7 ഇപ്പൊ ഇത് 1 man ഷോ ആയതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നെയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ 24/7 വാട്സപ്പിൽ ഓൺലൈനിൽ ഞാൻ ആക്റ്റീവ് ആയിരിക്കും. അപ്പം ഏത് സമയത്തും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സപ്പോർട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെന്താണ്, ഇത് UGC നെറ്റ് JRF ക്രാഷ് കോഴ്സ് എന്ന രീതിയിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ ഇതിന്റെ കോഴ്സ് ഫീ വരുന്നത് ജസ്റ്റ് എന്താണ് 499 ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത്
ഈ ഒരു എട്ടെക്കിൽ തന്നെ ഏറ്റവും ചെറിയ ഫീ ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ക്രാഷ് കോഴ്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറെ എക്സ്പെൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ചിലപ്പോൾ ഞാൻ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ കമ്പയർ ചെയ്ത് പറയുന്നത്, കാരണം മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവർക്ക് ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും, അവർക്ക് വേറെയും ഒരുപാട് എക്സ്പെൻസുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് എക്സ്പെൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്റെ ഫീ ഇത്രേ എനിക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ മറ്റുള്ളവരെ വേണ്ടി കമ്പയർ ചെയ്യരുത്. ചിലപ്പോൾ അവരുടെ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവാം. ഞാൻ ഒരിക്കലും എനിക്ക് ആ ഒരു താല്പര്യം എനിക്ക് ഇല്ല എന്നുള്ളതാണ്. ബിക്കോസ് ഈ ഒരു എമൗണ്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു മറ്റുള്ളവരും ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ബിക്കോസ് ഡെഫിനറ്റ്ലി പിന്നെ അതിന്റെ ഒരുപാട് സ്ട്രക്ചറും എല്ലാം പാറ്റേൺ ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ എന്റെ ക്ലാസ് ഡെയിലി കേൾക്കുന്നവർക്ക് എന്റെ ക്ലാസ് പാറ്റേൺ അറിയാം. അത് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, എന്റെ ഈ ഒരു ക്രാഷ് കോഴ്സിൽ വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ പിന്നെ എന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഡീറ്റെയിൽസ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് എന്റെ ക്രാഷ് കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇത് വേണ്ടുന്നവർ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അതിനു മുന്നേ ഇതൊക്കെ ആ ഒരു മെയ് സെക്കൻഡ് വീക്ക് മുതലുള്ള കാര്യമാണ്. പക്ഷെ അതുവരെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണുക. ഈ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് ഈ പറയുന്ന ക്രാഷ് കോഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അതിന്റെ കൂടെ തന്നെ ഈ ഒരു കോഴ്സിൽ നമുക്ക് എന്താണ് മോക്ക് ടെസ്റ്റുകൾ അറ്റ്ലീസ്റ്റ് ഒരു 20 മോക്ക് ടെസ്റ്റ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെറ്റിന്റെ അതേ ഒരു പാറ്റേണിൽ ഒരു മോക്ക് ടെസ്റ്റ് നമുക്ക് പിന്നെ ചെയ്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ്മെന്റ്സ് വേണ്ടതെന്നുള്ളതിന് കാൻഡിഡേറ്റ്സിന് മനസ്സിലാവും. ഓരോ ടോപ്പിക്സ് ആൻസർ കിട്ടാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇതാണ് എന്താ യൂണിറ്റ് പേപ്പർ 1ന്റെ ക്രാഷ് കോഴ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വേണ്ടുന്നവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഫൈൻ. എനിവേ ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ഓക്കെ, ഇന്നെന്താണ്, വിച്ച് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഓഫ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഹാസ് ബീൻ ഫോംഡ് ബൈ merging 3 consortia initiatives, namely U-Infonet Digital Library Consortium, NLIST and JNDST AICT Consortium. ഓക്കെ, ഇതിലെന്താണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, 3 കൺസോർഷ്യ എന്ത് ചെയ്യാണ്, മേർജ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഏതൊക്കെയാണ് ആ 3 കൺസോർഷ്യ? U-Infonet Digital Consortium, NLIST ആൻഡ് JNDEST AICT കൺസോർഷ്യം. ഇത് 3 മേർജ് ചെയ്തിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ് എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ നമുക്ക് ഇത് കുറച്ച് ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്ന ഒരു ആൻസർ വരുന്നത് ബി ആണ്. ഓക്കെ, ഈഷോദ് സിന്ധു ആണ്. ഓക്കെ, ഈഷോദ് സിന്ധു ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ വരുന്നത്. ബിക്കോസ് ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ശോദ്ഗംഗ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ തീസിസ് അല്ലെ, ഈ നമ്മുടെ PhD കഴിഞ്ഞ ആളുകൾ അവരുടെ തീസിസ് എന്ത് ചെയ്യണം, പിന്നെ അപ്ലോഡ് ചെയ്യണം അല്ലെ. ഗവൺമെന്റിന്റെ ഒരു പോർട്ടലാണ്, അതിന് നമ്മൾ ശോദ്ഗംഗ എന്ന് പറയാം. ഇന്ത്യയിലെ ഏത് PhD കാരും എന്ത് ചെയ്യണം, അവര് റിസർച്ച് PhD വൈവ ഒക്കെ കഴിഞ്ഞ് അവർ ഒഫീഷ്യലി ഡോക്ടറേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഉടനെ തന്നെ എന്ത് ചെയ്യണം, അവരുടെ തീസിസ് അവരെന്ത് ചെയ്യണം, ശോദ്ഗംഗയിൽ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ PhD ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ശോദ്ഗംഗ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക കേട്ടോ. ഇതിലൊക്കെ നല്ല ട്രെൻഡിങ് ടോപ്പിക്സ് ഒക്കെ ചെയ്ത ആളുകളുടെ ട്രെൻഡിങ് ടോപ്പിക്സ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. ഓക്കെ, പിന്നെ ശോധ് സിന്ധു എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ഈ 3 കൺസോർഷ്യം എന്താണ് മേർജ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ ശോധ് സിന്ധു എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്, ഈ വിദ്വാൻ അല്ലെ. ഈ വിദ്വാൻ എന്ന് പറയുമ്പോൾ അതൊരു പ്ലാറ്റ്ഫോം ആണ്. ഈ പ്ലാറ്റ്ഫോമിൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള സയന്റിസ്റ്റും അതുപോലെ തന്നെ അക്കാഡമീഷ്യൻസും അവരുടെ ഡീറ്റെയിൽസ്, ഓക്കെ, അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് ഒരു കൊലാബറേറ്റ് ചെയ്യാനും വേണ്ടി, നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനും വേണ്ടി, അല്ലെങ്കിൽ നമുക്കൊരു PhD ഓഫറിന് വേണ്ടിയിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വിദ്വാൻ എന്ന് പറഞ്ഞ ഒരു പോർട്ടലിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ്, നമ്മുടെ രാജ്യത്തുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, IIT, IIMs, NIT പോലുള്ള സ്ഥാപനങ്ങൾ, അതുപോലെ സെൻട്രൽ കേന്ദ്ര സർവകലാശാലകൾ, അതുപോലുള്ള സ്ഥാപനങ്ങളിലുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ പ്രൊഫൈലും അവരുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ അതിലുണ്ടാവും. അപ്പൊ നമുക്ക് അതുവഴി എന്ത് ചെയ്യും, ആളുകളെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താണ് ശുദ്ധി ആട്ടോ, ഇത് ശുദ്ധി ഉണ്ട് കേട്ടോ. ശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്ലാഗ്യാരിസം കുറക്കാനും വേണ്ടി, അല്ലെങ്കിൽ പ്ലാഗ്യാരിസം റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ ഒരു പ്ലാറ്റ്ഫോം ഇനീഷ്യേറ്റീവ് ആണ്. ഇവിടെ എന്താണ്, നമുക്ക് പ്ലാഗ്യാരിസം ചെക്ക് ചെയ്യാനുള്ള ഒരുപാട് ഫെസിലിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് പ്രൊവൈഡ് ചെയ്യും. പ്ലാഗ്യാരിസം എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയില്ലേ, നമ്മുടെ വേറെ ഇപ്പൊ റിസർച്ചിലാണെന്നുണ്ടെങ്കിൽ വേറെ ഒരാളുടെ, ഇപ്പം റാഹിൽ എന്റെ വർക്ക്, റാഹിൽ എന്ന് പറഞ്ഞ റിസർച്ചർ എന്ത് ചെയ്യാണ്, അരുൺ എന്ന് പറഞ്ഞ റിസർച്ചറുടെ വർക്ക് ഞാൻ എന്ത് ചെയ്യാണ്, കട്ടെടുക്കുകയാണ്.
എന്നിട്ട് ഞാൻ എൻ്റെ പേപ്പറിൽ അത് ഞാനിങ്ങനെ എഴുതും ഫൈൻഡിങ്സ് ആയിട്ട്. പക്ഷെ അത് എൻ്റെ വർക്ക് ആവണമെന്നില്ല, അത് അരുണിന്റെ വർക്ക് ആയിരിക്കും. അതാണ് പ്ലാഗേരിസം, ഒരു റോബിംഗ് എന്നൊക്കെ പറയും, ഒരു അക്കാഡമിക് റോബിംഗ് എന്നൊക്കെയാണ് നമ്മൾ പറയാം. ഓക്കെ, അതാണ് ഈ ശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ശോധ് ശുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ഈ ശോധ് സിന്ധു ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ 3 കൺസേഷ്യ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി നാഷണൽ കോർഡിനേറ്റേഴ്സ് അപ്പോയിന്റഡ് ഫോർ സ്വയം കോഴ്സസ്. വീണ്ടും പറയുന്നു, നാഷണൽ കോർഡിനേറ്റേഴ്സ് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ മിസ്സിംഗ് സംതിങ്. ഓക്കെ, നാഷണൽ കോർഡിനേറ്റേഴ്സ് എന്നുള്ള വീഡിയോയിൽ 2 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഓൾറെഡി വന്നു. 2 ക്വസ്റ്റ്യൻസ് ഓൾറെഡി വന്നു കേട്ടോ, നാഷണൽ കോർഡിനേറ്റേഴ്സ്. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്തത്. സ്വയം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു. അതിനുശേഷം ഞാൻ നാഷണൽ കോർഡിനേറ്റേഴ്സ് ചെയ്യാനുള്ള കാരണം എന്താ അറിയോ? കാരണം സ്വയം എന്നുള്ളത് വേറെ തന്നെ പഠിക്കണം, ഇതും വേറെ തന്നെ പഠിക്കണം. രണ്ടും കമ്പൈൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഒരൊറ്റ വീഡിയോയിൽ വിചാരിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും മിസ് ഔട്ട് ആകും. അതുകൊണ്ടാണ് സെപ്പറേറ്റ് വീഡിയോ ചെയ്തത്. അപ്പൊ നാഷണൽ കോർഡിനേറ്റേഴ്സ് ഏതൊക്കെയാ നമുക്ക് നോക്കാം. സ്വയം കോഴ്സിന്റെ IIM ബാംഗ്ലൂർ ഉണ്ട് അല്ലെ. IIM ബാംഗ്ലൂർ എന്താ ഡീൽ ചെയ്യുന്നത്? മാനേജ്മെന്റ് കോഴ്സുകളാണ്. NPTEL ഉണ്ടല്ലേ, നാഷണൽ പ്രോഗ്രാം ടെക്നോളജി, ഇതെന്താണ് ടെക്നിക്കൽ കോഴ്സുകൾ അല്ലെ, എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഡീൽ ചെയ്യുന്നതാണ്. NIOS ഉണ്ട് അല്ലെ, എന്താണ് ഈ 9th to +2 ആണ്. ബ്ലോക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, ബൈറ്റ്, ഇങ്ങനത്തെ സംഭവമേ ഇല്ല. ആ നാഷണൽ കോർഡിനേറ്റേഴ്സ് കണ്ടവർക്ക് 100% പറയാൻ പറ്റും അങ്ങനെ ഒരു സംഭവം ഇല്ല സാർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താണ് കൺസോർഷ്യം ഓഫ് എഡ്യൂക്കേഷണൽ കമ്മ്യൂണിക്കേഷൻ, അതും ഉണ്ട് അല്ലെ. അതെന്താണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നാഷണൽ കോർഡിനേറ്റേഴ്സിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എന്താണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി നാഷണൽ കോർഡിനേറ്റർ. അപ്പൊ ABCE ആണ്. ഓക്കെ, ABC ഓപ്ഷൻ ഉണ്ടോ? യെസ്, 4th ഓപ്ഷൻ ABCE എന്നുള്ളത് ഇവിടെ ഉണ്ടെന്നതാണ്. ഓക്കെ, നാഷണൽ കോർഡിനേറ്റേഴ്സ് കാണുക, ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കോർഡിനേറ്റേഴ്സും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാവുന്നതാണ്. ഓക്കെ, ലെറ്റ് മീ ഹാവ് സം വാട്ടർ. എനിക്ക് സൗണ്ട് പോയിട്ട് 1 സെക്കൻഡ്. ഓക്കെ, യെസ്. അപ്പോ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല അല്ലെ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇനി എന്താണ് ഐഡന്റിഫൈ ദ ലിസ്റ്റ് ഓഫ് 4 ക്വാഡ്രൻസ് ഓഫ് ദി കോഴ്സ് ഹോസ്റ്റഡ് ഓൺ സ്വയം. ഓക്കെ, ഇത് ജൂൺ 2024 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതില് പിന്നെ എന്താണ് ഇതില് 4 ക്വാഡ്രൻസിൽ വരുന്ന കോഴ്സ് ഇതിൽ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, സ്വയം ഹോസ്റ്റ് ചെയ്തിട്ടുള്ള കോഴ്സിലുള്ള 4 ക്വാഡ്രൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പല ആളുകൾക്കും സംശയമുള്ള ഒരു ഭാഗമാണ് ഈ 4 ക്വാഡ്രൻസ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം 4 ക്വാഡ്രൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊക്കെയാണ് 4 ക്വാഡ്രൻസ് കേട്ടോ. അപ്പോ ഈ 1 എന്ന് പറയുന്നത് ക്വാഡ്രന്റ് 1 ആണ്, ക്വാഡ്രന്റ് 2, ക്വാഡ്രന്റ് 3, ക്വാഡ്രന്റ് 4. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രന്റ് എന്താണ് ഈ ട്യൂട്ടോറിയൽ, അതായത് വിഷ്വൽ ഓർ ഓഡിയോ ലേണിംഗ് വയ വീഡിയോസ്. ഓക്കെ, വീഡിയോസ് വഴി നമ്മൾ എന്ത് ചെയ്യാണ്, വിഷ്വൽ ആയിട്ടോ അല്ലെങ്കിൽ ഓഡിയോ ലേണിംഗ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്വാഡ്രന്റ് 1, അതായത് ഈ ട്യൂട്ടോറിയൽ. ഓക്കെ, ഈ ട്യൂട്ടോറിയൽ. ഓക്കെ, പിന്നെ ക്വാഡ്രന്റ് 2 എന്ന് പറയുമ്പോൾ എന്താണ് ഈ കണ്ടന്റ്, റീഡിംഗ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടല്ലോ, നമ്മൾ ഡിജിറ്റലി കൊടുക്കുന്നതാണ് നമ്മൾ എന്താ പറയാ, അതാണ് ക്വാഡ്രന്റ് 2 ഈ കോണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്യൂട്ടോറിയൽ ആണ്, സെക്കൻഡ് കോണ്ടന്റ് ആണ്. പിന്നെന്താണ് ഇവാലുവേറ്റ് ലേണിംഗ്. ഇനി ക്വാഡ്രന്റ് 3 എന്ന് പറയുമ്പോൾ എന്താണ് ഇവാലുവേറ്റ് ലേണിംഗ് ത്രൂ ടെസ്റ്റ്, അതാണ് ക്വാഡ്രന്റ് 3 സെൽഫ് അസസ്മെന്റ് എന്ന് പറയാം. പിന്നെ ക്വാഡ്രന്റ് 4 എന്ന് പറയുമ്പോൾ എന്താണ് ഇന്ററാക്ഷൻ ആൻഡ് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഡിസ്കഷൻ ഫോറം, അതാണ് ക്വാഡ്രന്റ് 4. ഇത് 4 സ്വയത്തിന്റെ പ്രധാനപ്പെട്ട 4 ക്വാഡ്രന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് വേറെ സംശയം വരാനൊന്നും അതിലില്ല. അപ്പോ നമുക്കത് നോക്കാം. എന്തൊക്കെയാണ് ക്വാഡ്രന്റ് 1 ഏതായിരുന്നു, വീഡിയോ ലെക്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ എന്താണ് പിന്നെ ഫേസ് ടു ഫേസ് സെൽഫ് അസസ്മെന്റ് ടെസ്റ്റുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ഡിസ്കഷൻ ഫോറം ഫോർ ക്ലിയറിംഗ് ദ ഡൗട്ട്സ്, സ്പെഷ്യലി പ്രിപ്പയർഡ് റീഡിംഗ് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ബി ഡൗൺലോഡഡ്. ഡി ഉണ്ട്, ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ. അപ്പം ബിയും അതുപോലെ ഡിയും കൺഫേം ആണ് അല്ലെ, ബിയും ഡിയും കൺഫേം ആണ്. ബി ഡി അപ്പോൾ ഈ 2 ഓപ്ഷൻ ഇല്ല. അപ്പോൾ ബിയും ഡിയും കൺഫേം ആണ്. അപ്പം ഇത് നമുക്ക് ഉറപ്പിക്കേണ്ടത് അപ്പോൾ എയും ഉണ്ട്, എയും ബിയും ഡിയും ഇവിടെ ഉണ്ട്, എയും ബിയും ഡിയും ഇവിടെ ഉണ്ട്. അപ്പം ഇ ആണോ അല്ലെങ്കിൽ സി ആണോ എന്നാണ് നമ്മൾ കൺഫേം ചെയ്യേണ്ടത്. ഓക്കെ, ഇ ഓർ സി എന്നുള്ളതാണ്. ഇ എന്ന് പറയുമ്പോൾ എന്താണ് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ അമംഗ് ലേണേഴ്സ്, ഓൺലൈൻ ഡിസ്കഷൻ ഫോറം ഫോർ ക്ലിയറിംഗ് ദ ഡൗട്ട്സ് അല്ലെ. ഇതെന്താണ് ഓൺലൈൻ ഡിസ്കഷൻ ഫോറംസ് ഉണ്ട് അല്ലെ. അതുപോലെ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ വരുന്നുണ്ടോ? ഇല്ല. ഇതാ ക്വാഡ്രന്റ് 4 എന്താണ് ഇന്ററാക്ഷൻ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ അല്ലെ. അപ്പൊ സി ഉണ്ടല്ലേ, അതായത് നമുക്ക് ഓൺലൈനായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനും പറ്റും. പക്ഷെ ഇതിൽ എവിടെ എന്ത് പറയുന്നില്ല,
ഫേസ് ടു ഫേസ് ക്ലാസ്സിനെ പറ്റി പറയുന്നില്ല അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. ഈ എന്ന് പറയുന്നത് എന്താണ് തെറ്റാണ്. ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ എന്ത് ചെയ്യുന്നില്ല, സംഭവിക്കുന്നില്ല. റൈറ്റ്. അപ്പൊ ഏതായിരിക്കും എ ബി സി ആൻഡ് ഡി ഓൺലി. റൈറ്റ്. ഇ ഇല്ല. അപ്പൊ ഇതാണ് ബി ആണ് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇതാണ് 4 ക്വാഡ്രൻസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. യാ ഓക്കെ. യാ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആട്ടോ. എന്താണ് ടൈപ്സ് ഓഫ് ടീച്ചിങ് ഉണ്ട്. മാക്രോ ടീച്ചിങ്, മൈക്രോ ടീച്ചിങ്, സ്റ്റേഷൻ ടീച്ചിങ്, കോപ്പറേറ്റീവ് ടീച്ചിങ്. അതിന് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, മാച്ച് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഇതും കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ അധികം സുപരിചിതമല്ലാത്തൊരു ഭാഗമുള്ളതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. എന്താണ് മാക്രോ ടീച്ചിങ്? മാക്രോ മൈക്രോ അറിയില്ല എല്ലാവർക്കും. മാക്രോ എന്ന് പറയുമ്പം ഒരു ബിഗർ എന്നുള്ളൊരു ടേം ആണ്. ഞാൻ ഇത് ലോജിക്കലി അല്ല, ഒരു ഫിക്ഷണൽ ഒരു എക്സാമ്പിൾ ആട്ടോ. ബിഗർ. മൈക്രോ എന്ന് പറയുമ്പോൾ എന്താണ്, സ്മോളർ. ഓക്കെ, ആ ഒരു ലോജിക്ക് ചിന്തിക്കാം. മാക്രോ എന്ന് പറയുമ്പോൾ ബിഗർ. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് മാക്രോയുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ഉള്ളത്, ടീച്ചിങ്. നമുക്ക് ഇവിടെ ഞാൻ ഡയറക്റ്റ് ഓപ്ഷൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു PYQs ലെവലിൽ പോകേണ്ടത് ഒരു എക്സ്പ്ലനേഷൻ രൂപയിൽ എടുത്താൽ മതി. ഓക്കെ, അപ്പോ 1 സെക്കൻഡ്. യാ അപ്പൊ മാക്രോ ടീച്ചിങ്, റൈറ്റ്. യാ ഇവിടെ എന്താണ്, when a teacher provides instruction to the entire class at one time for an extended period of time അല്ലെ. ഇവിടെ എന്താണ്, ഒരു ടീച്ചർ ഉണ്ടോ, ഒരുപാട് കുട്ടികളുണ്ടാവും, ഓക്കെ. ഈ എല്ലാ ക്ലാസ്സിനും ഒരു സിംഗിൾ സ്ട്രെച്ചിൽ ഒരുപാട് സമയത്ത് ക്ലാസ് എടുക്കുന്ന ഒരു മെത്തേഡ് നമ്മൾ എന്താ പറയാ, മാക്രോ ടീച്ചിങ് എന്ന് പറയാം. നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ് ഇത്. നമ്മൾ എന്താ പറയാ, മാക്രോ ടീച്ചിങ് എന്ന് പറയാം. ഇനി മൈക്രോ ടീച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയോ? മൈക്രോ ടീച്ചിങ് മീൻസ് ഇത് നമ്മളെ ഈ പ്രീ സർവീസ് ആട്ടോ. അതായത് പ്രീ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടീച്ചിങ് കിടക്കുന്നതിന് മുന്നേ ഒരു ട്രെയിനിങ് മെത്തേഡ് ആണ്. അതായത് ഒരു ചെറിയൊരു ക്ലാസ് സെറ്റപ്പ്, വളരെ ചെറിയ ക്ലാസ് സെറ്റപ്പ് അവർ കൊടുക്കും. 2-3 ആളുകൾ ഇരുന്നിട്ട്, എന്നിട്ട് അവിടെ ഓരോ സിനാരിയോ കൊടുത്തിട്ട് ആ ഓരോ സിനാരിയോക്ക് അനുസരിച്ച് ടീച്ചേഴ്സ് എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്ന് പഠിപ്പിക്കുന്നതാണ് ഈ പറയുന്ന മൈക്രോ ടീച്ചിങ്. അപ്പൊ മാക്രോ ടീച്ചിങ്ങിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ 4 ആണ് കേട്ടോ. A4 ആണ്. മൈക്രോ ടീച്ചിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലെ. ടീച്ചിങ് ആ ടെക്നിക് എസ്പെഷ്യലി യൂസ്ഡ് ഇൻ ടീച്ചേഴ്സ് പ്രീ സർവീസ് എഡ്യൂക്കേഷൻ ടു ട്രെയിൻ ദം സിസ്റ്റമാറ്റിക്കലി അല്ലെ. ഒരു ചെറിയ സെറ്റപ്പിൽ കുറച്ച് ആളുകളെ കൊടുത്തിട്ട് അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ്. അതാണ് ഈ പറയുന്ന മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പം എയുമായി ബിയുമായി. ഇനി എന്താണ് സി. ഇനി സ്റ്റേഷൻ ടീച്ചിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, എഡ്യൂക്കേറ്റേഴ്സ് എന്ത് ചെയ്യും, ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, കണ്ടന്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഒരു വലിയ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ വലിയ കണ്ടന്റ് എന്ത് ചെയ്യും, അതിനെ ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഒരു 1 2 3 4 പീസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സ്റ്റുഡൻസിന് എന്ത് ചെയ്യും, അത് കൊടുക്കും. എന്നിട്ട് ടീച്ചർ എന്ത് ചെയ്യും, ഓരോ സ്റ്റുഡന്റിന്റെ അടുത്ത് പോയിട്ട് ആ കണ്ടന്റ് എത്രത്തോളം വൃത്തിക്ക് ചെയ്യുന്നത് നോക്കും. അങ്ങനെ ആദ്യം ഈ എ എന്ന് പറഞ്ഞ കണ്ടന്റ് കൊടുത്ത ആളുകൾക്ക് പോവും, കമ്പയർ ചെയ്യും. പിന്നെ ബി എന്ന് പറഞ്ഞ ആളെടുത്ത് പോവും, കമ്പയർ ചെയ്യും. പിന്നെ സി എന്ന് പറഞ്ഞ ആളെടുത്ത് പോവും, അത് കമ്പയർ ചെയ്യും. ഡി എന്ന് പറഞ്ഞ ആളെടുത്ത് പോവും, അത് കമ്പയർ ചെയ്യും. അപ്പൊ അതാണ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഓപ്ഷൻ വരുന്നത്. ഓക്കെ, an approach where the educators divide the content among themselves and students sit with one educator before moving to the other. Second option. Okay, അപ്പൊ സി എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് ആട്ടോ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്. അതിന്റെ ഓപ്ഷൻ എന്തായിരിക്കും, 3 ആയിരിക്കും. സിറ്റുവേഷൻ ഇൻ എ ക്ലാസ് റൂം വേർ 2 ടീച്ചേഴ്സ് വർക്ക് ഓൺ ക്ലാസ് ടുഗദർ. ഓക്കെ, ഒരു ക്ലാസ്സിൽ എന്താണ് 2 ടീച്ചേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് നമുക്ക് ഈ പറയുന്ന കോപ്പറേറ്റീവ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു ഭാഗമല്ല. അതായത് എന്താണ്, മോഡേൺ മെത്തേഡ് ആണ്, അല്ലെങ്കിൽ സ്റ്റുഡന്റ് സെന്റേർഡ് ആണ്. അപ്പൊ ഈ മോഡേൺ മെത്തേഡിലേക്ക് ഈ പറയുന്ന ഒരു ടീച്ചർക്ക് പകരം 2 ടീച്ചർക്ക് വന്നിട്ട് അവിടെ ഒരുപാട് മോഡേൺ ടെക്നോളജീസും മോഡേൺ മെത്തേഡ്സുകൾ ക്ലാസ് എടുക്കുന്ന രീതിയാണ് ഈ പറയുന്ന കോപ്പറേറ്റീവ് ടീച്ചിങ്, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മോഡേൺ മെത്തേഡിൽ വരുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന 2 ടീച്ചേഴ്സ് എന്താണ് ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന രീതിയാണ് ഈ പറയുന്ന കോപ്പറേറ്റീവ് ടീച്ചിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡി എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. അപ്പോൾ ഓപ്ഷൻ എന്താണ്, സി ആണ്. നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി. ഓക്കെ, ക്ലിയർ. ഇതാണ് ഈ പറയുന്ന മൈക്രോ ടീച്ചിങ്, മാക്രോ ടീച്ചിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ടൈപ്സ് ഓഫ് ടീച്ചിങ് മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് എമംഗ് ദി ഫോളോയിങ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് എസ്ക്രൈബ്ഡ് ടു ലേണിംഗ് സ്റ്റൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ലേണിംഗ് സ്റ്റൈൽസ് എസ്ക്രൈബ് ചെയ്യുന്ന രീതി ഇതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ വേ ഹൗ ദി സ്റ്റുഡൻസ് ലേൺസ്. ഓക്കെ, അതെന്താണ്, ഒരു ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഇറ്റ് ഈസ് എ വേ ഹൗ ദി സ്റ്റുഡൻസ് ലേൺ. സെക്കൻഡ് ഓപ്ഷൻ വരുന്നതാണ്, they are strengths and preference of the learners for responding to stimuli in the environment. Okay, പിന്നെ എന്താണ്, it is what the learners learns. It is a behavioral pattern developed for any new learning എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് ഓരോന്നും ഡീറ്റെയിൽ നമുക്ക് എന്ത് ചെയ്യാം,
അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന സമയത്ത് ഒരു കൺഫ്യൂസിങ് ആണെന്നുണ്ടെങ്കിൽ പോലും സംഭവം വളരെ ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പം ലേണിംഗ് സ്റ്റൈൽസ്, ഒരാൾ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ലേണിംഗ് ഏതൊക്കെ രീതിയിലാണ് ലേണിംഗ് സ്റ്റൈൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇറ്റ് ഈസ് വേ ഹൗ ദി സ്റ്റുഡൻസ് ലേൺ. ശരിയാണല്ലേ? ലേണിംഗ് സ്റ്റൈലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്, എങ്ങനെയാണ് ഒരു സ്റ്റുഡന്റ് ലേൺ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എ എന്താണ് ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. പിന്നെ എന്താണ്, ദേ ആർ എ സ്ട്രെങ്ത് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ ലേണേഴ്സ് ഫോർ റെസ്പോണ്ടിങ് ടു ദ സ്റ്റിമുലി ഇൻ ദ എൻവയോൺമെന്റ്. ലേണിംഗ് സ്റ്റൈലില് സ്റ്റിമുലിയും എൻവിറോൺമെന്റും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. എങ്ങനെയാണ് പഠിക്കുന്നത്, ഏത് രീതിയിലാണ് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വേറെ ബിഹേവിയറൽ പെർസ്പെക്റ്റീവോ അല്ലെങ്കിൽ എൻവിറോൺമെന്റൽ പെർസ്പെക്റ്റീവോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ലേണിംഗ് സ്റ്റൈലിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ ബി എന്താണ് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. പിന്നെന്താണ്, ഇറ്റ് ഈസ് വാട്ട് ദി ലേണർ ലേൺസ്. അതും എന്താണ് ശരിയാണ്. ലേണിംഗ് സ്റ്റൈൽസിലാണ് നമ്മൾ ഈ പറയുന്ന എന്താണ് ആ ഒരാൾ പഠിച്ചിട്ടുള്ളത് നമ്മൾ എന്താണ് ലേണിംഗ് സ്റ്റൈലിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പിന്നെന്താണ്, ഇറ്റ് ഈസ് എ ബിഹേവിയറൽ പാറ്റേൺ. ബിഹേവിയറൽ പാറ്റേൺ അല്ല, ബിഹേവിയറിലും എൻവിറോൺമെന്റിലും സ്റ്റിമുലിയും അങ്ങനെ ഒരു കാര്യങ്ങളും ലേണിംഗ് സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. ഒരു മനുഷ്യൻ എങ്ങനെ കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളൊരു കാര്യം മാത്രമേ അതിന് എന്തുള്ളൂ എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. അപ്പൊ എന്താണ് എയും സിയും ആണെന്ത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. ഫൈൻ. ഇനി എന്താണ് നമ്മുടെ അക്രോണിം ഓഫ് സ്വയം. ഓക്കെ, അതിന്റെ ഒരു ഫുൾ ഫോം ആ ചോദിക്കുന്നത് കേട്ടോ. സ്വയത്തിന്റെ ഫുൾ ഫോം ഞാൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്ത ഒരു ഭാഗമാണ്. ഓക്കെ, എന്താണ് സ്റ്റഡി വെബ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പിരന്റ് മൈൻഡ്സ് ആണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ, ഈസി ആട്ടോ. ഇനി എന്താണ്, ഐഡന്റിഫൈ ദി കറക്റ്റ് സീക്വൻസ് ഓഫ് ദി സൈക്കിൾ ഓഫ് സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗ്. ഓക്കെ, സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗിന്റെ ഒരു സൈക്കിള് എന്താണ്, അതിന്റെ ഒരു പാറ്റേൺ, ഒരു ക്രോണോളജിക്കൽ ഓർഡർ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിന്റെ ഇത് ചിലപ്പോൾ മലയാളികൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് സി ആണ് കേട്ടോ. ഇതിന്റെ സി ആണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. അപ്പൊ ഈ ആദ്യം എന്താണ്, നമ്മള് ടാസ്ക് അനലൈസ് ചെയ്യും. അനലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയില്ലേ, നമുക്ക് പഠിക്കാനുള്ള ഇപ്പം സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്കൊരു വിഷയത്തെ പഠിക്കണം. എനിക്ക് ഉദാഹരണത്തിന് ഇൻഫ്ലേഷനെ പറ്റി പഠിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആദ്യം എനിക്ക് പഠിക്കാനുള്ള ടാസ്കിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ പീസായിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഇൻഫ്ലേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ എക്കണോമിയുടെ പ്രശ്നങ്ങൾ പഠിക്കും, ഫൈനാൻഷ്യൽ ക്രൈസിസിനെ പറ്റി പഠിക്കും, അതുപോലെ ഗ്ലോബൽ ഇഷ്യൂസിനെ പറ്റി പഠിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഒരു ടാസ്കിനെ മൂന്നായി ഡിവൈഡ് ചെയ്തു. അത് നമ്മൾ അനലൈസിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, കട്ടിംഗ് ടു പീസസ് ആട്ടോ. അപ്പൊ ഫസ്റ്റ് എന്താണ് അനലൈസിംഗ് ടാസ്ക് ആണ്, ഈ ആണ് ഫസ്റ്റ് വരുന്നത്. പിന്നെന്താണ് സെറ്റിംഗ് ഗോൾസ്. അപ്പൊ ഞാൻ രണ്ടാമത് എന്ത് ചെയ്യുന്നു, ഗോൾസ് സെറ്റ് ചെയ്യുന്നു. ആദ്യം എന്താണ് എക്കണോമി ഒരു 3 ദിവസം കൊണ്ട് പഠിക്കണം, പിന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് 3 ദിവസം കൊണ്ട് പഠിക്കണം, ഗ്ലോബൽ ഇഷ്യൂസ് 3 ദിവസം കൊണ്ട് പഠിക്കണം. അതാണ് ഗോൾ സെറ്റിംഗ് ആണ്. അപ്പം അത് നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള ഓർഡറിൽ വരുന്നത് സെറ്റിംഗ് ഗോൾസ്. പിന്നെന്താണ് ബി ഡിവൈസിങ് പ്ലാൻസ്. ഓക്കെ, നമ്മുടെ പ്ലാൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, കൃത്യമായിട്ട് ഡിവൈസ് ചെയ്യാണ്. ഓക്കെ, ഇപ്പം പ്ലാൻ എ, പ്ലാൻ ബി, അതുപോലെ ഇവിടെ 3 സിറ്റുവേഷനുകൾ ഉണ്ട്. എന്താണ് പ്ലാൻ സി. ഓക്കെ, ഈ 3 പ്ലാനുകൾ, ഈ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള 3 പ്ലാനുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സെറ്റ് ചെയ്യുന്നു. അത് കുറക്കാൻ വേണ്ടിയുള്ള 3 പ്ലാൻ സെറ്റ് ചെയ്യുന്നു. പിന്നെന്താണ് എ ആണ് എനാക്ടിങ് ടാക്ടിക്സ് ആൻഡ് സ്ട്രാറ്റജീസ്. ഓക്കെ, ഇത് നമുക്ക് ഈ ഒരു സെൽഫ് ലേണിംഗിന്റെ എക്സിക്യൂഷൻ ഭാഗത്ത് എന്താണ്, ഇത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ സ്ട്രാറ്റജീസ്, ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫ്ലേഷൻ കുറക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാന്നുള്ളത് എന്താണ് 4ാമത്തെ ഭാഗത്ത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യാണ്. പിന്നെന്താണ് റെഗുലേറ്റിംഗ് ലേണിംഗ്, അതാണ് ഇതിന്റെ ലാസ്റ്റ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നിങ്ങൾ ഒരു സെൽഫ് റെഗുലേറ്റഡ് ലേണിംഗിന്റെ ഒരു സ്റ്റെപ്സ് എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊരു ക്രോണോളജിക്കൽ ഓർഡർ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കാറുള്ളതാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു സീക്വൻസ് വരുന്നത്. ഫൈൻ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് 2023 വരുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. ഇപ്പൊ 2024 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇത്ര സമയം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതിലെ സംശയം വരാനൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും എന്താണ് ആ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കി എടുത്താൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു PYQs മാത്രമേ അതിൽ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ വലിയ കൺഫ്യൂസിംഗ് ഒന്നല്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ റീസെന്റ് ആയിട്ടുള്ള സിലബസ് കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, 23 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. Which of the following must be ensured by a 21st century higher education teacher? 21 നൂറ്റാണ്ടിലെ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവര് എന്തായാലും എൻഷുർ ചെയ്യേണ്ട കുറച്ച് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഒന്നെന്താണ് പ്രിപ്പയറിംഗ് സ്റ്റുഡൻസ് ടുവാർഡ്സ് ഹയർ ഓർഡർ ആൻഡ് തിങ്കിങ് സ്കിൽസ്. ഡെഫിനറ്റ്ലി പ്ലേസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം എൻഷുർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം അത് കുട്ടികൾ ഡെവലപ്പ് ചെയ്ത് അവരുടെ സ്കിൽ അനുസരിച്ചിട്ട്
അവരുടെ എബിലിറ്റീസിനനുസരിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. പിന്നെന്താണ്, യൂസിങ് ഡിജിറ്റൽ റിസോഴ്സസ്. ശരിയാണ്. എന്താ നമ്മൾ എന്ത് ചെയ്യണം, ഡിജിറ്റൽ ആയിട്ടുള്ള റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്യണം. ഇന്ററാക്ഷൻ വിത്ത് ബ്രൈറ്റ് സ്റ്റുഡൻസ് ഓൺലി, ഒരിക്കലും അല്ല, എല്ലാ സ്റ്റുഡൻസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇന്ററാക്ട് ചെയ്യണം. ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് അല്ലെ, നമ്മളൊരു ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയുമ്പം ഒരു വിഷയം പഠിപ്പിക്കുന്ന സമയത്ത് അതിനെ പലതുമായിട്ട് കണക്ട് ചെയ്യാം. സൈക്കോളജി പഠിക്കുന്ന സമയത്ത് അതിനെ നമ്മുടെ പേഴ്സണൽ ലൈഫുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക, സോഷ്യോളജിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്ന ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ACE. അപ്പൊ ACE ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി എന്താണ് സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 2. ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ റീസെന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, it is desirable to have all the interest areas around the outside of the classroom, leaving a large dead space in the middle. Okay, 1 second. Question ചെറിയൊരു correction ഉണ്ട്. Moment. 1 second. Please hold. Yes. ഓക്കെ, ഇവിടെ ഞാൻ അറിയാതെ സെക്കൻഡ് ലൈനോട്ട് വന്നു പോയതാട്ടോ. ഇനിയാണ് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ഇപ്പൊ എന്താ പറയുന്നത്, സ്റ്റേറ്റ്മെന്റ് 1, it is not desirable to have all the interest areas around the outside of the classroom, leaving a large dead space in the middle. It is statement 2 എന്താണ്, it is not desirable to put bookshelves next to the reading areas and games equipments by the game table. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ശരിയാണോ തെറ്റാണോ കണക്റ്റഡ് ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോ ഇതെന്താണ്, ഒരു ക്ലാസ് റൂം എൻവിറോൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. എന്താ ഇവിടെ പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ഡിസൈറബിൾ ടു ഹാവ് ഓൾ ദി ഇൻട്രസ്റ്റ് ഏരിയാസ് അറൌണ്ട് ദി ഔട്ട്സൈഡ് ഓഫ് ദി ക്ലാസ് റൂം. ഓക്കെ, ലീവിങ് എ ലാർജ് ഡെഡ് സ്പേസ് ഇൻ ദി മിഡിൽ. ശരി, അതായത് ഒരു ക്ലാസ് റൂം ഉണ്ട്. ഓക്കെ, അവിടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ക്ലാസിന്റെ പുറത്ത് കീപ്പ് ചെയ്യണം. ഓക്കെ, ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഈ പ്രൊജക്ടേഴ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലാസ്സിന്റെ പുറത്തും, ക്ലാസ്സിന്റെ ഉള്ളിൽ വലിയൊരു സ്പേസ് ബ്ലാങ്ക് ആക്കിയിട്ട് വെക്കുകയാണ്. അതെന്തല്ല, ഡിസൈറബിൾ അല്ല. ഒരു ക്ലാസ് റൂമിന്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആ ക്ലാസ് റൂമിന്റെ ഉള്ളിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു സ്ട്രക്ചർ ആ ക്ലാസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവണം. ഇപ്പൊ ചെറിയ കുട്ടികളെ സംബന്ധിച്ചുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ചാർട്ട് ഉണ്ടായിരിക്കണം, കുട്ടികൾക്ക് ഫ്രീ ആകുന്ന സമയത്ത് വരക്കാനും വേണ്ടി. പസിൽസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടേഴ്സിന്റെ ഫോട്ടോസ്, APJ അബ്ദുൽ കലാം. അപ്പൊ കുട്ടികൾക്ക് എപ്പോഴും അത് ആരാണ്, അദ്ദേഹം എന്താ ചെയ്തത്, അങ്ങനെ ഒരു ക്ലാസ് റൂമിന്റെ ഉള്ളിലെ ഒരു എൻവിറോൺമെന്റ് എപ്പോഴും എന്തായിരിക്കണം, ഭയങ്കര ഡിസൈറബിൾ ആയിരിക്കണം. നമുക്ക് അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഒരിക്കലും ഒരു സ്പേസ് വെറുതെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പാടില്ല, കളയാൻ പാടില്ല. കാരണം ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് നോളജ് ഗെയിൻ ചെയ്യേണ്ട ഒരു സ്പേസ് ആണ്. ആ നോളജ് ഗെയിൻ ചെയ്യേണ്ട സ്പേസ് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. അത് ഡിസൈറബിൾ അല്ല. അതായത് ഇൻട്രസ്റ്റ് ഏരിയ ഒക്കെ പുറത്തും ക്ലാസ്സിന് നടുക്കൊരു ഡെഡ് സ്പേസും മിഡിൽ എന്താണ് ഒരു ഡെഡ് സ്പേസ് വെക്കുക എന്ന് പറയുന്നത് ഡിസൈറബിൾ അല്ല. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ഡിസൈറബിൾ ടു പുട്ട് ബുക്ക് ഷെൽഫ്സ് നെക്സ്റ്റ് ടു ദ റീഡിംഗ് ഏരിയ ആൻഡ് ഗെയിംസ് എക്യുപ്മെന്റ്സ് ബൈ ദി ഗെയിം ടേബിൾ. അതായത് ബുക്ക് ഷെൽഫ് റീഡിംഗ് ഏരിയന്റെ അടുത്ത് വെക്കുന്നതും ഗെയിം എക്യുപ്മെന്റ് ഗെയിം ടേബിളിന്റെ അടുത്ത് വെക്കുന്നതും ഡിസൈറബിൾ അല്ല എന്ന് പറയുന്നത് ഒരിക്കലും അല്ലെ, ഡിസൈറബിൾ ആണ് അല്ലെ. അതായത് റീഡിംഗ് ഏരിയന്റെ അടുത്തായിരിക്കണം ബുക്സ് അല്ലെ, റീഡിംഗ് ഏരിയന്റെ അടുത്തായിരിക്കണം ബുക്സ് ഉണ്ടാവേണ്ടത്. ഗെയിം കളിക്കുന്ന അടുത്തായിരിക്കണം ഗെയിം എക്യുപ്മെന്റ്സ് ഉണ്ടാവേണ്ടത്. അല്ലാതെ റീഡിംഗ് ഏരിയന്റെ അടുത്ത് ഗെയിം എക്യുപ്മെന്റും ഗെയിം കളിക്കുന്നത് ബുക്സ് ഉണ്ടാവാൻ പറ്റുമോ? അല്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്, തെറ്റാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിസൈറബിൾ. ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു പുട്ട് ബുക്ക് ഷെൽഫ് നെക്സ്റ്റ് ടു ദ റീഡിംഗ് റൂം ആൻഡ് ഗെയിം എക്യുപ്മെന്റ്സ് ബൈ ദി ഗെയിം ടേബിൾ. അപ്പോൾ ഇത് നോട്ട് എന്നുള്ളതല്ല, ഡിസൈറബിൾ ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് എന്താണ്, ഇൻകറക്റ്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. ഇതാണ് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? വേറെ സംശയങ്ങൾ അതിലല്ലോ.
ഓക്കെ, ജസ്റ്റ് ഒരു കൺഫ്യൂസിങ് ആയിരിക്കും ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഒന്ന് വേവലാതിപ്പെടുത്താനും വേണ്ടി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ടെൻഷൻ അടിക്കാൻ പാടില്ല. ഓക്കെ, ഇല്ല, നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലിസ്റ്റ് ലിസ്റ്റ് ടു, ഇത് രണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. മൈൻഡ് മാപ്സ് ഉണ്ട്, ഗെയിമിഫിക്കേഷൻ ഉണ്ട്, ഫ്ലിപ്പ് ക്ലാസ് റൂം ഉണ്ട്, ICT ബേസ്ഡ് ടീച്ചിങ് മെത്തേഡ് ഉണ്ട്. Allow student to explore the lesson before the teaching, describes virtual reality, use of self-learning tools, learning through using quizzes എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഇതില് മൈൻഡ് മാപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മൈൻഡ് മാപ്സ് എന്ന് പറയുമ്പോൾ യൂസ് ഓഫ് സെൽഫ് ലേണിംഗ് ടൂൾസ് ആണല്ലേ. മൈൻഡ് മാപ്സ് എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് ലേണിംഗ് ടൂൾസിന്റെ ഒരു ഭാഗമാണ്. മൈൻഡ് മാപ്പ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ ആ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി സ്ട്രക്ചർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പിന്നെ എന്താണ് ഗെയിമിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഗെയിമിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ലേണിംഗ് ത്രൂ യൂസിങ് ക്വിസസ്. ഓക്കെ, അതാണ് ഈ പറയുന്ന ഗെയിമിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ശരിയാണ്. ഗെയിമിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ലേണിംഗ് ത്രൂ ക്വിസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലേണിംഗ് മെത്തേഡാണ് പറയുന്ന ഗെയിമിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ്? പിന്നെ ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ എന്താണ്? ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ ആട്ടോ. എലോ സ്റ്റുഡന്റ് ടു എക്സ്പ്ലോർ ദ ലെസൺ ബിഫോർ ദി ടീച്ചർ ഡിസ്ക്രൈബ്സ്. ഓക്കെ, അതായത് ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ക്ലാസ് റൂമിൽ ഒരു ഫാക്കൽറ്റി വരുന്നതിന് മുന്നേ ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോറിംഗ് ദ ടോപ്പിക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലിപ്പ്ഡ് ക്ലാസ് റൂം യൂസ് ചെയ്യുന്നത്. എന്താണ്? ICT ബേസ്ഡ് ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ലാസ്റ്റ് ഓപ്ഷൻ വരുന്നത് എന്താണ്? ICT ബേസ്ഡ് വെർച്വൽ റിയാലിറ്റി അല്ലേ? വെർച്വൽ റിയാലിറ്റി ആണ്. വെർച്വൽ റിയാലിറ്റി ഇതൊക്കെ ഞാൻ എന്താണ് ടീച്ചിങ് സോഫ്റ്റ്വെയറിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഇതാണ് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻസ് വരുന്നത്. ഫൈൻ. എന്താണ് നെക്സ്റ്റ് ഓപ്ഷൻ? എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഗ്രാഫിക്കൽ ടൂൾ ഫോർ ഓർഗനൈസിങ് ആൻഡ് റെപ്രസെന്റിങ് നോളജ് അല്ലെ. നമ്മളെ ഈ നോളജ് റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗ്രാഫിക്കൽ ടൂൾ. ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പിക്ചോറിൽ റെപ്രസെന്റേഷൻ ആയിരിക്കും ഉണ്ടാവുക. പിക്ചോറിൽ റെപ്രസെന്റേഷൻ ആയിരിക്കും അതിന് യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? കോൺസെപ്റ്റ് മാപ്പ്, ലെസൺ പ്ലാന്, സമ്മറി, ഡയഗ്രാം അല്ലേ. ഡയഗ്രത്തിലല്ല നമുക്ക് ഈ കുറെ പിക്ചേഴ്സ് ഒക്കെ വരിക. ടെക്സ്റ്റ് ബുക്കിൽ ഡയഗ്രാം എന്നൊക്കെ പറയും. ഡയഗ്രാം 1.1, 1.2. അപ്പോൾ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. 4 ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഈസി ആണല്ലേ. A teacher can have a satisfying teaching profession when he or she is more qualified than his or her colleagues, is close to higher authorities, has a good control over the students, commands respect from the students. അല്ലെ, ഒരു ടീച്ചർ അവരുടെ പ്രൊഫഷൻ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുന്നതാണ്. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് റെസ്പെക്ട് കിട്ടുന്നതാണ് അല്ലെ. കുട്ടികള്, അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ 2 തരത്തിലുള്ള ടീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് റെസ്പെക്ട് സീക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അതായത് അവർക്ക് എപ്പോഴും റെസ്പെക്ട് വേണ്ടി വരും. അപ്പോ കുട്ടികളൊരു ഭയത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് അവരെ ബഹുമാനിക്കാം. അങ്ങനെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു സാർ എന്നുള്ള ഒരു പൾസിൽ നിന്ന് കുട്ടികൾ എന്ത് ചെയ്യില്ല, അവിടെ ചിലപ്പോൾ റെസ്പെക്ട് ചെയ്യില്ല. പക്ഷെ ചില അധ്യാപകർ അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, അവര് വരുന്ന സമയത്ത് നമ്മൾ അറിയാതെ എണീച്ചു നിന്ന് പോകും. നമ്മൾ ഒരു വിനയത്തോടെ സംസാരിച്ചു, അത് നമ്മൾ റെസ്പെക്ട്. അതാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ അതാണ്. നമ്മൾ വരുന്ന സമയത്ത് കുട്ടികൾക്ക് സാറ് വരുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ, അത് പേടിയോടെയല്ല, നമ്മളൊരു ബഹുമാനത്തോടെയുള്ള ഒരു നോട്ടത്തിലൂടെയാണ് അത് ഉണ്ടാവേണ്ടത്. അത് നല്ലൊരു ക്യാരക്ടർ ഉണ്ടാവണം. ഒരു ഫാക്കൽറ്റി സംബന്ധിച്ചുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഈ ഫോർത്ത് ഓപ്ഷൻ ആണ് കമാൻഡ്സ് റെസ്പെക്ട് ഫ്രം സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് കരിക്കുലം, which of the following are correct? Okay, curriculum should be modified regularly. Curriculum should have theoretical concept only. ഒരിക്കലുമല്ല, theoretical concept മാത്രം curriculum ഉണ്ടാകാൻ പാടില്ല. Curriculum should be derived from constitutional imperatives of the country. Curriculum എന്ന് പറയുന്നത് എന്താണ്? പിന്നെ കരിക്കുലം നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ കരിക്കുലം ഉണ്ടാവേണ്ടത്. ശരിയാണ് അല്ലെ? കാരണം നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ ജോലി കിട്ടണമെങ്കിൽ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ അനുസരിച്ച് നമ്മൾ പഠിക്കണം. റൈറ്റ്.
അപ്പം സിയും ശരിയാണ്. കരിക്കുലം ഷുഡ് ബി മെയ്ഡ് ആസ് പെർ ദി നീഡ്സ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് സൊസൈറ്റി, ശരിയാണ്. കരിക്കുലം ഷുഡ് ബി ടീച്ചർ സെൻട്രിക്, ഒരിക്കലുമല്ല. നെവർ നെവർ നെവർ. ഇനി അങ്ങോട്ട് ഒരിക്കലുമല്ല. ഇനി നെക്സ്റ്റ് ഒരു 5 വർഷം കഴിഞ്ഞാൽ മൊത്തം സ്റ്റുഡൻറ് സെന്റേഡ് ആയിട്ട് ടീച്ചിങ് മെത്തേഡിലേക്ക് എല്ലാം കൺവേർട്ട് ആവും. അപ്പൊ ഇത് ഒരിക്കലുമല്ല. അപ്പം എയും സിയും ഡിയും ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ. In order to develop students holistically, a teacher should emphasize on holistically എന്ന് പറയുമ്പോൾ എന്താ പറയുക, അതായത് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ഒരു സബ്ജക്റ്റ്, ഇപ്പം നെറ്റ് വേണ്ട, സ്കൂൾ എക്സാമ്പിൾ എടുക്കുക. ഇപ്പം അക്കൗണ്ടൻസി മാത്രം പഠിപ്പിക്കാം, അതൊരു ഓപ്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസിയുടെ കൂടെ ആ കുട്ടിയെ നല്ലൊരു ഹ്യൂമൺ ആവാനും കൂടി പഠിപ്പിക്കാൻ പറ്റും. അതാണ് ഹോളിസ്റ്റിക് എന്ന് പറയുമ്പം പല മേഖലയിൽ ആ കുട്ടിയെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നതിലുപരി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഹോളിസ്റ്റിക്കലി ഡെവലപ്പ് ചെയ്യാനും വേണ്ടി ടീച്ചർ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്തിലേക്കാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, സബ്ജക്ട് നോളജ് ഓൺലി. ഒരിക്കലല്ല, സബ്ജക്ട് നോളജ് മാത്രം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല അല്ലെ. റെമഡിയൽ ക്ലാസ്സസ് ഫോർ സ്ലോ ലേണേഴ്സ്, ഓക്കെ, അതൊരു ഓപ്ഷൻ ആണ്, പക്ഷെ അത് ഒരു ക്ലാരിറ്റി ഇല്ല. എക്സ്പ്ലെയിൻ കോൺസെപ്റ്റ് വെല്, അത് ഒരു ക്ലാരിറ്റി കുറവാണ്. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ അലോങ് വിത്ത് വാല്യൂ എഡ്യൂക്കേഷൻ, അതാണ് കറക്റ്റ് ഓപ്ഷൻ. ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ കൺഫ്യൂസിങ് വരുന്നുണ്ട് നിങ്ങൾക്ക്, അതുകൊണ്ടാണ് പറയുന്നത് ഓപ്ഷൻസ് വളരെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ആയിരിക്കണം. അതായത് ഔട്ട്കം എന്ന് പറയുന്ന സമയത്ത് പഠിച്ചിട്ട് ജോലി കിട്ടുന്ന രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ വാല്യൂ, ആ ഒരു വിദ്യാർത്ഥി ഒരു ഹ്യൂമണും കൂടി ആക്കണം. ഓക്കെ, ജോബ് ഗോൾ ആയിട്ടുള്ള ഒരാളും ആക്കണം, ഹ്യൂമണിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യരായിട്ട് ആ പുള്ളിക്കാരനെ മാറ്റണം. ഇതാണ് ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഉണ്ടാവാൻ വേണ്ടി ടീച്ചേഴ്സ് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗം. ഓക്കെ, പിന്നെന്താണ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് അപ്രോച്ച് ഡസ് നോട്ട് കം അണ്ടർ കോഓപ്പറേറ്റീവ് ലേണിംഗ്. ഓക്കെ, ഇതിൽ കോഓപ്പറേറ്റീവ് ലേണിംഗ് വരാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫിഷ് ബോള് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, ഇവിടെ കുറച്ച് ആളുകൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും, അത് പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഫോക്കസ് ചെയ്യുന്നു. അതാണ് ഫിഷ് ബോള്. ജിക്സോ എന്ന് പറയുമ്പം ഏകദേശം ഒരു സെയിം പാറ്റേൺ തന്നെ. നമ്മൾ 2 ടാസ്ക് കുട്ടികൾക്ക് നമ്മൾ എന്താണ്, ഓരോ ടാസ്ക് ഓരോ ടീം എ ബി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് അത് നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പയർ ചെയ്യാണ്. ഓക്കെ, പിന്നെ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുമ്പം ഒരു ടീച്ചർ നിന്നിട്ട് ഒരു വിഷയത്തെ എക്സ്പ്ലെയിൻ ചെയ്യണം, ഡെമോൺസ്ട്രേറ്റ് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. പിന്നെന്താണ് ടീം പെയർ സോളോ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു ടീം ഉണ്ടാക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ടീം പെയർ സോളോ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ടീം വർക്ക് കൊടുക്കുന്നു, അതിൽ നിന്ന് ഓരോ പെയറിനെ ആക്കുന്നു, പിന്നെ ഓരോ വ്യക്തികളിലേക്ക് മാത്രം ചുരുക്കുന്നു. ഇതാണ് ടീം പെയർ സോളോ. ഇതിൽ ഈ 3 മെത്തേഡ് എന്താണ്, കോഓപ്പറേറ്റീവ് ലേണിംഗിലാണ്. ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ടീച്ചർ സെന്റേർഡ് ആണ് അല്ലെ. കാരണം ഒരു വിഷയം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഒരു ടീച്ചർ സെന്റേർഡ് ടീച്ചിങ് മെത്തേഡ് ആണ്. അപ്പൊ അതെന്തല്ല, ഡസ് നോട്ട് കം അണ്ടർ ദി കോഓപ്പറേറ്റീവ് ലേണിംഗ്. 3 ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, പിന്നെന്താണ്, ഇനി അസേഷൻ റീസണിങ്, നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യൻ ആട്ടോ, അസേഷൻ റീസണിങ്. ഓക്കെ, അസേഷൻ റീസണിങ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ ഒരു ഷോർട്ട് ട്രിക്ക് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത് ചെയ്യുന്നതിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു രീതിയുണ്ട്, ഒരു ഷോർട്ട് ട്രിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യം ഈ അസേഷൻ റീസൺ വന്നു കഴിഞ്ഞാൽ അസേഷൻ വായിക്കാം. ടീച്ചർ മസ്റ്റ് എൻകറേജ് സ്റ്റുഡന്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻ. ശരിയാണല്ലോ, അത് ശരിയാണ്, ഒരു ശരിയായിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. ആസ്കിങ് ക്വസ്റ്റ്യൻസ് ക്യാൻ ക്രിയേറ്റ് ക്യൂരിയോസിറ്റി ആൻഡ് ഡെവലപ്പ് പാഷൻ ഫോർ ലേണിംഗ്. അതും എന്താണ്, ശരിയാണ്. ആദ്യം ചെയ്യേണ്ടത് അസേഷനും റീസണും ശരിയാണോ എന്ന് ആദ്യം കൺഫേം ചെയ്യാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 2 ഓപ്ഷൻ എന്ത് ചെയ്യണം, ഇപ്പൊ തന്നെ കട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് 2 ഓപ്ഷൻസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി അതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ, ഇപ്പം അസേഷൻ തെറ്റാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അസേഷൻ ഇതിൽ ഏതെങ്കിലും തെറ്റാണെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യണം, നമ്മള് ഈ 2 സംഭവങ്ങളും കട്ട് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അതിന്റെ ആൻസർ. ഇങ്ങനെയാണ് അസേഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതലും ചെയ്യേണ്ടത്.
പിന്നെ 80% ഓഫ് അസേഷൻ റീസണിങ് ക്വസ്റ്റ്യൻസും എന്താണ് ഇതിൽ ഏതെങ്കിലും ഒന്നാവാനാണ് സാധ്യത കൂടുതലും. ഇത് വളരെ റെയർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതാവാനാണ് എന്ന് കരുതി അത് ഉറപ്പിച്ച് നിൽക്കരുത്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അത് എന്ത് ചെയ്യുക, ആൻസർ ചെയ്താൽ മതി കേട്ടോ. ഇതാണ് അത് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ് ഫസ്റ്റ് എന്താണ് അസേഷൻ. ടീച്ചർ മസ്റ്റ് എൻകറേജ് സ്റ്റുഡൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻ. ശരിയാണ്. ബിക്കോസ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ക്യാൻ ക്രിയേറ്റ് ക്യൂരിയോസിറ്റി ആൻഡ് ഡെവലപ്പ് പാഷൻ ഫോർ ലേണിംഗ്. രണ്ടും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഈ ഇതിന്റെ റീസൺ ആണ്, ഈ അസേഷന്റെ റീസൺ ആണ് ഈ പറയുന്ന സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇതാണ് നമ്മുടെ ഇന്നത്തെ മൊത്തത്തിലുള്ള വീഡിയോ. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ എന്താണ് എത്ര ഡീറ്റെയിൽഡ് പറഞ്ഞാലും ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും. അവരെന്ത് ചെയ്യുക, ഡയറക്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് മൈ കോണ്ടാക്ട് നമ്പർ. യു ക്യാൻ ഡയറക്റ്റ് മീ പേഴ്സണൽ മെസ്സേജ് എനിക്ക് അയക്കാം. എന്താണ് ഡൗട്ട് എന്ന് എന്നോട് പറയാം. നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വരെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. 100% ഷുവർ. ഓക്കെ, ഇനി അതുപോലെ ഇതിനെ നമുക്ക് എന്താണ്, ഇതിനെ ഞാനിനി ഓരോ വീക്കിലും ഓരോ വോയിസസ് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോ പ്ലീസ് ഡു ജോയിൻ ഇൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ PPT ഞാൻ എന്ത് ചെയ്യും, ഈ മൊത്തം PPT ഞാൻ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്റെ സൗണ്ട് ഒക്കെ പോയി. കാരണം ബിക്കോസ് ഇന്ന് രാവിലെ മുതൽ ഞാൻ ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് 7 PM അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ രാവിലെ മുതൽ കുറേ ക്ലാസ് എടുത്തിട്ട് വേറെയും കുറച്ച് ക്ലാസ് ഞാൻ എടുക്കാറുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് എത്തിയത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നെറ്റിന്റെ PYQ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് മാത്രം എടുക്കാവും. അപ്പോൾ എനിക്ക് ആ ഒരു എനർജി ഉണ്ടാവുള്ളൂ, എനിക്ക് മനസ്സിലായി. സോ ഫ്രം നെക്സ്റ്റ് ക്ലാസ് ഐ വിൽ ഡു ലൈക്ക് ദ സെയിം. അപ്പോൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ആൻഡ് റിയലി താങ്ക്സ് ഫോർ യുവർ എന്താ പറയാ, നിങ്ങളുടെ ക്ഷമ. ഇത്രത്തോളം ക്ലാസ് കേട്ടതിന് ഞാൻ നിങ്ങളോട് താങ്ക്സ് പറയാണ്. ആൻഡ് സോ വിൽ സി ഓൺ ദ നെക്സ്റ്റ് സെഷൻ. നമ്മൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യും ഡെഫിനറ്റ്ലി ഫ്രം ടുമോറോ ഇറ്റ്സെൽഫ്. നോട്ട് ഔട്ട് ഓൺ ദാറ്റ്. ബിക്കോസ് എനിക്ക് ഈ സിസ്റ്റമാറ്റിക് കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഗ്യാപ്പ് അവിടെ ഞാൻ ബിൽഡ് ചെയ്യുന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കുന്നതായിരിക്കും. ഓക്കെ, സോ till next session, we'll see you. Till then, bye.